എൻ്റെ പേര് ജിസ്മിഡോൺ. ഞാൻ അയർലൻഡിൽ സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട് ഇവിടെ കണ്ണൂരാണ്. ഇതെൻ്റെ പപ്പ ജോസ്. ഞങ്ങൾ ചെമ്മന്തൊട്ടി ഇടവക അംഗങ്ങളാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2019 ഏപ്രിലായിരുന്നു. ഏപ്രിൽ ഞാൻ അന്ന് വന്നത് എൻ്റെ മമ്മിയുടെ കൂടെയായിരുന്നു. എൻ്റെ മമ്മി അന്ന് കൃപാസനത്തിൽ വന്ന് ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മമ്മിയുടെ കൂടെ വരാനുണ്ടായിരുന്ന കാരണം അന്നിവിടെ 6 മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ കൊച്ചിനും 6 മാസമായിരുന്നു. അങ്ങനെ മമ്മിയുടെ കൂടെ ഞാനിവിടെ കൊച്ചിന് ഭക്ഷണം കൊടുക്കാനാണ് വന്നിരുന്നത്. അന്ന് വന്ന് ഞാൻ തിരിച്ചു പോയി. ആ സമയത്ത് ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിരുന്നില്ല. എൻ്റെ ഓരോ ആവശ്യങ്ങളിലും വരുമ്പോഴും ഞാൻ ലൈറ്റ് പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ട് എന്നും പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുമായിരുന്നു. ഞാൻ റിക്വസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് നടത്തിത്തന്നു. ഞാൻ ആദ്യം പറയുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുണ്ടായ എൻ്റെ സാക്ഷ്യങ്ങളാണ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ OET എക്സാം എഴുതിയതിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഞാൻ OET എക്സാം എഴുതിയ സമയത്ത്, ഞാൻ 2ാമത്തെ തവണ OET എക്സാം എഴുതാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം ധരിച്ചുകൊണ്ടാണ് പോയത്. ഉടമ്പടിയുടെ അല്ലാതെ നോർമലായിട്ടുള്ളൊരു കാശുരൂപം ധരിച്ച് ഞാൻ പോയി. പരീക്ഷയുടെ മുമ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വീട്ടിൽ മമ്മിയാണെങ്കിലും തിരി കത്തിച്ച് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ എക്സാം എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ലിസണിങ്ങിൻ്റെ ഫസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, എക്സാം എഴുതിയ ആൾക്കാർക്ക് ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ഞാൻ ഒരു അക്ഷരം പോലും എഴുതിയില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ എക്സാം എന്തായാലും ഫെയിലാകുമെന്ന്. പക്ഷേ ബാക്കിയുള്ള മോഡ്യൂൾസൊക്കെ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ഏതാണോ വിഷമെന്ന് വിചാരിച്ചേ അത് പാസ്സാവുകയും എനിക്ക് എളുപ്പമായിരുന്ന 2 സബ്ജക്റ്റ് ഞാൻ ഫെയിലാകുകയും ചെയ്തു. അതിന് രണ്ടും എനിക്ക് 330 സ്കോർ കിട്ടിയിരുന്നത്. ഞാൻ സ്പീക്കിങ്ങും റീഡിങ്ങിനായിരുന്നു എനിക്ക് സ്കോർ കുറഞ്ഞു പോയത്. ഞാൻ മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഏത് രാജ്യത്താണ് പോയി വർക്ക് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നത്, ആ രാജ്യത്ത് പോകാനുള്ള സ്കോർ എനിക്ക് വേണം. എനിക്കിനിയും എക്സാം എഴുതാൻ പറ്റത്തില്ല. ആ സമയത്ത് ഞാൻ 2ാമത്തെ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കിനി വീണ്ടും എക്സാം എഴുതാൻ പറ്റത്തില്ല. ഞാൻ ഏതാണ് റീവാലുവേഷന് കൊടുക്കേണ്ടത് നീ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ സ്പീക്കിംഗ് റീവാലുവേഷന് കൊടുത്തു. എല്ലാവരും എന്നോട് പറഞ്ഞു, നീ കൊടുക്കണ്ട, നിനക്ക് കിട്ടത്തില്ല, കാരണം 330 ഉള്ളൂ സ്കോർ, ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ കൊടുത്തു. എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അതിന് 350 സ്കോർ കിട്ടി. അങ്ങനെ എനിക്ക് അയർലൻഡിൻ്റെ സ്കോർ കിട്ടി. പിന്നെ അടുത്ത കടമ്പ എൻ്റെ NMBA രജിസ്ട്രേഷൻസ് ഒക്കെ ആയിരുന്നു. അതിനതെല്ലാം എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നു. എന്നാലും ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. സൗദിയിൽ എക്സ്പീരിയൻസ് ആയത് കാരണം എനിക്ക് അവിടുത്തെ പേപ്പർ വർക്കൊന്നും നടന്നില്ല. ഞാൻ അപ്ലൈ ചെയ്തതിന് അത് റിജക്ഷൻ വന്നു. റിജക്ഷൻ വന്ന് അന്ന് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്ന സമയത്ത് തന്നെ എനിക്ക് സൗദിയിൽ നിന്ന് ഒരു മെസ്സേജ് വരുവാണ്, ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഒരു സൂപ്പർവൈസർ എനിക്ക് എൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ എനിക്ക് എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് എൻ്റെ NMBA രജിസ്ട്രേഷൻ സക്സസ് ആയി. പിന്നെ അടുത്ത് എൻ്റെ ആഗ്രഹം എനിക്ക് ഒരു HSC ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു. കാരണം എനിക്ക് NICU എക്സ്പീരിയൻസ് ആയത് കാരണം ഒരു ഇൻ്റർവ്യൂ പോലും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും എനിക്ക് ചുറ്റുമുള്ളവരെല്ലാവരോട് പറയാൻ തുടങ്ങി, ഈ പീഡിയാട്രിക്സ് ഇതൊന്നും വരത്തില്ല, നീ അതുകൊണ്ടൊരു നേഴ്സിംഗ് ഹോം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാവരും പറഞ്ഞത് പ്രകാരം ഞാൻ വീണ്ടും ഒരു നേഴ്സിംഗ് ഹോമിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിൽ മാതാവ് എന്നെ പാസ്സാക്കി തന്നു. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ നിറയെ എനിക്കൊരു HSC ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. എൻ്റെ പ്രോസസ്സിങ് നേഴ്സിംഗ് ഹോമിലേക്കുള്ള തുടർന്നു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രോസസ്സിങ് ഏകദേശം തീരാനാകുന്നതിൻ്റെ തലേന്ന് എനിക്കൊരു ഇത് വന്നു, പീഡിയാട്രിക് ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു, HSC ഹോസ്പിറ്റലിലേക്ക്. ഞാൻ രണ്ടും കൽപ്പിച്ച് HSCയുടെ ഇതിന് പ്രൊസീഡ് ചെയ്തു. എൻ്റെ ഇൻ്റർവ്യൂ പോലും കഴിഞ്ഞില്ല. എന്തിലും ഞാൻ ആദ്യം നേഴ്സിംഗ് ഹോമിലേക്ക് പോകാനിരുന്നത് ക്യാൻസൽ ചെയ്തു. അതിനെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. പക്ഷേ എന്നാലും എനിക്ക് മാതാവിൽ ഉറച്ച് വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് HSC ഹോസ്പിറ്റലാണെങ്കിൽ മാതാവ് എനിക്ക് തരുമെന്ന്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ സക്സസ് ആയി പാസ്സായി. ആ സമയത്ത് ഞാൻ വന്നിട്ടാണ് ഉടമ്പടി എടുക്കുന്നത്, എൻ്റെ പ്രോസസ്സിങ് കുറച്ച് ഫാസ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് തന്നെ എൻ്റെ പപ്പ ഹോസ്പിറ്റലാകുകയും പപ്പായ്ക്ക് ഹാർട്ടിന് ഭയങ്കര ഫെയിലറായി. അതുകൊണ്ട് ഇനി വേറെ രക്ഷയൊന്നുമില്ല. അങ്ങനെ പപ്പാനെ ഹോസ്പിറ്റലിൽ മിംസിൽ അഡ്മിറ്റാക്കി. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, ഹാർട്ടിൻ്റെ ഫങ്ഷൻ 16% മാത്രമേ ഉള്ളൂ, എപ്പം വേണമെങ്കിലും ഹാർട്ട് ഫെയിലർ ആവും, അറസ്റ്റ് ഉണ്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അവർ നമ്മളെ കൊണ്ട് DNR കൺസെൻറ്റ് സൈൻ ചെയ്യിപ്പിച്ചു. എൻ്റെ ഹസ്ബൻഡായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ DNR കൺസെൻറ്റ് ചെയ്യട്ടെ, സൈൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേറെ ഓപ്ഷനല്ലോ, സൈൻ ചെയ്തോ. പക്ഷേ ഞാൻ മമ്മി ഹോസ്പിറ്റലിൻ്റെ പുറത്തിരുന്ന്
പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് പ്രത്യക്ഷീകരണ രാത്രി ഉറങ്ങാതെ ഇരുന്ന് ചൊല്ലിക്കൊണ്ടേ ഇരുന്നു. ക്യാൻഡിൽ ലൈറ്റ് പിന്നെ പ്രയർ റിക്വസ്റ്റ് ഓൾറെഡി ഇട്ട് പ്രാർത്ഥിച്ചു. പപ്പ വളരെ സമാധാനമായി ഹോസ്പിറ്റലിൽ നിന്ന് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി. ആ 16% ഉണ്ടായിരുന്ന ഹാർട്ട് ഫങ്ഷൻ പപ്പയുടെ 24% ഉയർന്നു. അന്ന് ഞങ്ങൾ നേർന്നായിരുന്നു ഇവിടുത്തെ അഖണ്ഡ ജപമാലയ്ക്ക് പപ്പാനെ കൊണ്ടുവന്ന് നടത്തിക്കാമെന്ന് ഞങ്ങൾ നേർച്ച നേർന്നു. അങ്ങനെ 2022 ഒക്ടോബറിൽ ഞാനും പപ്പായും ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഞങ്ങൾ വന്ന് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തു. അതിനുശേഷം പപ്പ റെഗുലറായിട്ട് ചെക്കപ്പിന് പോലും പോവാറില്ല. പപ്പയുടെ ഹാർട്ട് ഫങ്ഷൻ ഇപ്പോഴും 28%. റെഗുലറായിട്ട് മെഡിസിൻ കഴിക്കുന്നു. 2022 മുതൽ ഇതുവരെ പപ്പായ്ക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ മാതാവ് വലിയ അനുഗ്രഹം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ അഖണ്ഡ ജപമാലയ്ക്ക് ശേഷം ഞാൻ വെച്ച് എന്തുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തിൽ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ട്. അങ്ങനെ ഞാനും പപ്പായും കൂടെ നവംബർ 12 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് പിന്നെ കൂടുതൽ തടസ്സങ്ങൾ വന്നു തുടങ്ങി. എൻ്റെ AWSന് അപ്ലൈ ചെയ്തു, അത് റിജക്ഷനായി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ മാതാവിനെ പതുക്കെ കുറ്റം പറഞ്ഞു. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താണ് എൻ്റെ ഇത് മാത്രം റിജക്ഷനായി? എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നുണ്ടല്ലോ, ഇത് മാത്രം എന്തുകൊണ്ടാണ് റിജക്ഷനായെന്ന്. അപ്പം മമ്മി പറഞ്ഞു, നീ ഒരിക്കലും മാതാവിനെ കുറ്റപ്പെടുത്തരുത്, മാതാവിന് എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടാവും നിനക്ക് തരാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി മാതാവിനോട് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ നല്ലതുപോലെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജൂലൈ മാസത്തിലേക്ക് എനിക്ക് പോകാനുള്ളതെല്ലാം റെഡിയായി, എൻ്റെ അപ്രൂവലായി വന്നു. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയായി ടിക്കറ്റ് എടുത്തപ്പം എൻ്റെ ഏജൻസിക്കാർ എന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ OET എക്സ്പയർ ആയി, അതുകൊണ്ട് നിനക്കിനി പോകാൻ പറ്റത്തില്ല. അതുപോലെ DL ഓൾറെഡി എക്സ്പയർ ആയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. NMBAക്കാരുടെ അപ്രൂവൽ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒന്നേ നീ അവരെ കോൺടാക്ട് ചെയ്യണം. ഞാൻ ഒരുപാട് മെയിൽ അയച്ചു, എനിക്കൊരു റിപ്ലൈ പോലും വന്നില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം വൈകുന്നേരം ഇവിടുത്തെ ഇന്ത്യൻ ടൈം 5 മണിക്ക് ഞാൻ അയർലൻഡിലെ NMBAക്കാരെ വിളിച്ചു. അവർ കോൾ എടുത്ത് അവരോട് ഞാൻ കാര്യം പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിൻ്റെ OET വാലിഡാണോ, ഇവിടെ വന്ന് എക്സാം എഴുതി പിൻ നമ്പർ കിട്ടുന്നവരെ വാലിഡാണ്. അപ്പം ഞാൻ അന്നേരം ഒരു കാര്യം ചെയ്തു, ഞാൻ അവരോട് കോൾ ചെയ്ത സമയത്ത് അത് റെക്കോർഡ് ചെയ്തു. ശരിക്കും അങ്ങനെ ഒരു കോൾ റെക്കോർഡിങ് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഏജൻസിക്കാരോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു അതിനൊരു പ്രൂഫ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കോൾ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് ഒരിക്കലും അലൗഡ് അല്ല, അവരറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കോൾ റെക്കോർഡിങ് എനിക്ക് ഏജൻസിക്കാരെ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, പക്ഷേ അവരുടെ ഒരു മെയിൽ വേണം. പക്ഷേ എനിക്ക് മെയിലൊന്നും വന്നില്ല. ഞാൻ മാതാവിനെ ഉറച്ചു വിശ്വസിച്ചു. കാരണം ഒരുപാട് തടസ്സങ്ങൾക്ക് കഴിഞ്ഞാണ് മാതാവ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ മാതാവ് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ ഒരു ജോലി ശരിയാക്കി തന്നത്. അങ്ങനെ ഞാൻ അയർലൻഡിലേക്ക് പോയി. എൻ്റെ OET എക്സാമും DL എക്സ്പയർ ആയതിനു ശേഷമാണ് ഞാൻ അയർലൻഡിലെത്തിയത്. ഞാൻ അവിടെ പോയി പരീക്ഷ എഴുതാമെന്ന് ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് NMBAയിൽ നിന്ന് വളരെ മിറാക്കിളായിട്ട് മെയിൽ വന്നു, നിൻ്റെ എക്സാമിൻ്റെ OET എക്സാം ആൻഡ് DL വാലിഡാണ്, നിനക്കൊരു കുഴപ്പമില്ലയെന്ന്. അങ്ങനെ ഞാനത് ഏജൻസിക്കാർക്ക് അയച്ചു കൊടുത്തു. അവിടെ പോയി ഞാൻ എക്സാം എഴുതി. ഞാൻ രജിസ്റ്റേർഡ് നഴ്സായി ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ഉടമ്പടിക്ക് ശേഷം ഞാൻ അയർലൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എനിക്ക് അയർലൻഡിൽ പോയി ഞാൻ താമസിച്ച വീട്ടിൽ എനിക്ക് വലിയൊരു മിറാക്കിളായിരുന്നു മാതാവ് ഒരുക്കിയിരുന്നത്. ഞാൻ ആ നിന്ന വീട്ടിലെ ആൾക്കാർ എൻ്റെ സെയിം നാട്ടുകാർ കണ്ണൂരിൽ നിന്നും, അതുമല്ല അവർ എന്നും ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആൾക്കാരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് എല്ലാ ദിവസവും അവരുടെ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം തന്നു. അങ്ങനെ എൻ്റെ ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ നാട്ടിൽ വന്നു. ജനുവരിയിൽ നാട്ടിൽ വന്നു. ആ നാട്ടിൽ വന്ന സമയത്ത് മമ്മിയുടെ വയറ് ചെറുതായിട്ടൊന്ന് വീർത്തിരിക്കുന്നത് പോലെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പുറകെ ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞാൽ ചിലപ്പം ക്യാൻസർ ആയിരിക്കുമെന്ന്. അപ്പം ഞാൻ പുറത്തിരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മമ്മിക്ക് ക്യാൻസർ വരരുത്, അങ്ങനെ വല്ല അസുഖം ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നേക്ക് മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. മമ്മി സ്കാനിങ് ചെയ്യുന്ന സമയത്ത് മമ്മി പറഞ്ഞു മാതാവ് എൻ്റെ അടുത്ത് വന്നായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പുറത്തിരുന്ന് മൊത്തം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മമ്മിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും, എല്ലാം നോർമലാക്കി മാതാവ് തന്നു. അതിനുശേഷം ഞാൻ തിരിച്ച് അയർലൻഡിലേക്ക് പോയി. ഒരു ജൂലൈ മാസം മുതൽ എനിക്ക് പെട്ടെന്ന് ചെറിയൊരു ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും വന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് എല്ലാ ദിവസം പോകുന്നുണ്ടായിരുന്നു. ആ ഡ്യൂട്ടിയുടെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവരെന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ സാച്ചുറേഷനൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ സ്വന്തമായി ചെക്ക് ചെയ്തു, എല്ലാം നോർമലാണ്,
പക്ഷേ ഞാൻ പിറ്റേ ദിവസം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ അടുത്ത് GP-നെ പോയി കാണിച്ചു. GP-നെ കാണിച്ചപ്പം GP എന്നോട് പറഞ്ഞു എമർജൻസിയാണ്, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ആരും എനിക്ക് കൂട്ടിനാരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഹസ്ബൻഡിനെ വേഗം ഡ്യൂട്ടിയിൽ നിന്ന് ഫോൺ വിളിച്ച് വരുത്തി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവരവിടെ പോയി എനിക്ക് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ ശ്വാസകോശത്തിൽ വെള്ളം കിട്ടുന്നുണ്ട്, പ്ലൂറൽ എഫ്യൂഷനാണ്, എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആവണം, അതിന് പിക്ടൈൽ എന്ന് പറഞ്ഞൊരു ട്യൂബ് ഇട്ടിട്ട് ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ആ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമുണ്ട്, നീ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്ന കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു പരിശുദ്ധാത്മാവേ ശക്തി തരണമേ, നീ ഇന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 5 ദിവസം കഴിഞ്ഞ് എൻ്റെ എല്ലാ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും എല്ലാം എനിക്ക് നോർമലായിരുന്നു. അവർക്ക് അസുഖം എന്നാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എല്ലാം നോർമലായെന്നും പറഞ്ഞ് അവരെന്നെ ഡിസ്ചാർജ് ആക്കി. അവരെനിക്ക് ട്യൂബ് ഇട്ട സമയത്ത് ഓൾമോസ്റ്റ് 2 liters ഓഫ് ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു എൻ്റെ ലങ്സിൽ. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര മിറാക്കിളാണല്ലോ, ഇത്രയും ഫ്ലൂയിഡ് ഉണ്ടായിട്ടും നിനക്കൊരു റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടായില്ല, ഇത് ഭയങ്കര ലക്കിയാണ്, നിൻ്റെ സാച്ചുറേഷൻ 100% കാണിക്കുന്നത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മാതാവ് എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, മാതാവ് എൻ്റെ കൂടെയുണ്ട്, മാതാവ് എന്നെ രക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വീണ്ടും ചെറിയ ശ്വാസം മുട്ടലുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും അയർലൻഡിലൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ഞാൻ എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് പോകുന്നു എൻ്റെ സിക്ക് ലീവിന്. ഇവിടെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ എനിക്ക് വീണ്ടും ചെറിയ ശ്വാസം മുട്ടലായിരുന്നു. ഞാൻ സ്വന്തമായി പോയി എക്സ്റേ എടുത്തപ്പോൾ അതിന് വീണ്ടും എനിക്ക് ഫ്ലൂയിഡ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേ പൾമണോളജിസ്റ്റ് കണ്ണൂർ മിംസിൽ പോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എനിക്ക് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, എല്ലാം നോർമലാണെന്ന് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞാൽ എല്ലാം നോർമലാണെങ്കിൽ അടുത്ത് ഇനി ചെസ്റ്റിനകത്ത് ഒരു ട്യൂബ് ഇട്ടിട്ട് തൊറാക്കോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചിലപ്പം TB-യുടെ ഇതായിരിക്കും, അത് കാരണം അതിന് ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു. TB ആണോ എന്ന് കണ്ടുപിടിക്കാം, കാരണം ചിലപ്പം ഫ്ലൂയിഡിനകത്ത് ഇത് കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യാൻ നോക്കി തീരുമാനിച്ച് അഡ്മിറ്റ് ആവാൻ പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പപ്പ പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി പുതുക്കിയിട്ട് മാത്രം അഡ്മിറ്റ് ആയാൽ മതി എന്ന്. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു പപ്പ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എനിക്ക് എന്താണെങ്കിലും ക്യാൻസർ ആയിരിക്കത്തില്ല. ഞാൻ അങ്ങനെ പപ്പയോട് ഉറച്ചു പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കൃപാസനത്തിൽ വന്നു. അഡ്മിറ്റ് ആകാൻ അവരെന്നോട് ഓഗസ്റ്റ് 7 അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഓഗസ്റ്റ് 6 ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. അങ്ങനെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചത്. അച്ഛനെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ നെറ്റിയിൽ തൈലം പൂശി എനിക്കൊരു കാശുരൂപം തന്നു. അത് ഞാൻ എൻ്റെ കൊന്തയിൽ തൂക്കി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവരെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവർ പറഞ്ഞു സ്കോപ്പ് ചെയ്യാൻ നേരത്ത് അവർ പറഞ്ഞു ഒരുപാട് ഫ്ലൂയിഡ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അത് കുറഞ്ഞാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ ഫ്ലൂയിഡെല്ലാം ബാക്കി റിമൂവ് ആയി പോയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചു. കാരണം അവരെന്നെ സെഡേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കേൾക്കാമായിരുന്നു അവർ പറയുന്നത്. പക്ഷേ എന്നാൽ അവരെനിക്ക് ICD ഡ്രെയിനേജ് ഇട്ടു. ഞാനൊരു 24 മണിക്കൂർ പെയിൻ കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഹോസ്പിറ്റലിൽ. എന്നിട്ടും ഡോക്ടർ പറഞ്ഞ എല്ലാം നോർമലാണ്, പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലാന്ന്. അങ്ങനെ അവർ വെറുതെ ഒരു സ്കാനിങ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ സ്കാനിങ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് എൻ്റെ അബ്ഡോമിനൽ വാളിൽ ചെറിയൊരു കുഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ അത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനായിരിക്കും, കാരണം അതൊരു ബോർഡർ ലൈൻ കാണിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ഇൻവെസ്റ്റിഗേഷൻ നോർമലാണ്. അപ്പോൾ അവർ പറഞ്ഞു എനിവേ നമുക്കതൊരു ബയോപ്സി ചെയ്യാമെന്ന് വിചാരിച്ചു. അവരങ്ങനെ ആ സിസ്റ്റ് കുത്തി ബയോപ്സിക്ക് വിട്ടു. അവരെന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സ്റ്റേജ് 4 ഒവേറിയൻ കാർസിനോമയാണ്, സിറസ് കാർസിനോമ. അതായത് എത്രയും പെട്ടെന്ന് അത് ബോഡിയിൽ എല്ലാ ഭാഗത്തും വ്യാപിക്കും, അതുകൊണ്ടാണ് നിനക്ക് പ്ലൂറൽ എഫ്യൂഷൻ വന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കീമോതെറാപ്പി ചെയ്യണം. അതുകൊണ്ട് കീമോതെറാപ്പി ചെയ്തെങ്കിൽ മാത്രമല്ല, അതുമല്ല അബ്ഡോമിൻ്റെ അകത്തൊക്കെ കുറച്ച് സ്പ്രെഡ് ആയിട്ടുണ്ട്, അബ്ഡോമിൻ്റെ അകത്ത് കുറച്ച് ഫ്ലൂയിഡൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് കീമോ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അസുഖം വന്ന് പറഞ്ഞതിന് പേരിൽ ഞാൻ കരയോ വിഷമിക്കുകയോ ഒന്നും ചെയ്തില്ല. എനിക്ക് മാതാവ് ഭയങ്കരമായ ഒരു ശക്തി തന്നു. ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, എനിക്കറിയാം ഒരുപാട് പൈസ ആകും. പക്ഷേ എനിക്ക് അന്നേരം എൻ്റെ മനസ്സിൽ എൻ്റെ അയർലൻഡിലെ ഞങ്ങൾ വണ്ടി മേടിച്ച് ലോൺ എടുത്ത അതിനെക്കുറിച്ചായിരുന്നു എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തിരിച്ചു പോയേക്കാന്ന്. അങ്ങനെ ഞാൻ ആ സർജറിയുടെ പെയിനും വെച്ച് ഞാൻ ഒറ്റയ്ക്ക് അയർലൻഡിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു.
അങ്ങനെ ഞാൻ തിരിച്ചു പോകാൻ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു അനുഗ്രഹം എനിക്ക് മാതാവ് തന്നത്. ഞാൻ ഫ്ലൈറ്റിന് എക്കണോമി ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കത് ബിസിനസ് ക്ലാസ്സിലേക്ക് മാതാവ് മാറ്റി തന്നു. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഈ വേദന വെച്ച് 18 മണിക്കൂർ ഞാൻ എങ്ങനെ യാത്ര ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സിൽ വിഷമം. പക്ഷേ അത്രയും പൈസ കൊടുത്ത് ബിസിനസ് ക്ലാസ് ബുക്ക് ചെയ്യാനൊന്നും എൻ്റെ സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. പക്ഷേ മാതാവ് അതറിഞ്ഞ് എന്നെ ബിസിനസ് ക്ലാസ്സിലേക്ക് മാറ്റി. ഞാൻ സുഖമായി എൻ്റെ യാത്രയെ ചെയ്ത് ഞാൻ അയർലൻഡിലെത്തി. അങ്ങനെ മാതാവ് എനിക്ക് മുമ്പേ ഞാൻ അറിയാത്തവരെയും അറിയുന്നവരെയായ ആ ഹോസ്പിറ്റലിൽ, അയർലൻഡിലൊരു ഹോസ്പിറ്റലിൽ ഒരുക്കി തന്നു. ഞാൻ ചെന്ന നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ഡോക്ടറെ കാണാനും എനിക്ക് അപ്പോയിൻമെൻറ്റുകളെല്ലാം കിട്ടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു, ഓക്കെ, ഇവിടുന്നുള്ള സ്ലൈഡ്സ് ഒന്നും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അവർ തന്നെ അവിടുന്ന് വേഗം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ എങ്കിലും എനിക്ക് CT സ്കാനും MRI ഒക്കെ ചെയ്യാൻ വേണ്ടി അവിടെ അപ്പോയിൻമെൻറ്റ് ഭയങ്കര ഡിലേ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ കൂടെ കഴിഞ്ഞ് കിട്ടും മാത്രമേ അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ നീ എന്തെങ്കിലും എനിക്ക് വഴി കാണിച്ചു തരണം. പിന്നെയും ഫ്ലൂയിഡ് ഉണ്ട് ഓൾറെഡി, ഇനിയും ഞാൻ 1 മാസം കൂടെ കഴിഞ്ഞാൽ ഇനിയും ഫ്ലൂയിഡ് ഫില്ലാകും. അപ്പോൾ എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ നിന്ന വീട്ടിലെ ചേച്ചി, ആ ചേച്ചി അന്നേരം ആരാണ് എനിക്കറിയാവുന്നത്, ആ ചേച്ചിയാണ് എന്നെ സഹായിച്ചത്. ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു. അവർ വർക്ക് ചെയ്തിരുന്നതും ക്യാൻസർ വാർഡിലായിരുന്നു. അങ്ങനെ ചേച്ചിയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. ചേച്ചി അവിടുത്തെ CT സ്കാനിൻ്റെ ആൾക്കാരെയും എല്ലാം സംസാരിച്ചു. അങ്ങനെ എൻ്റെ സെപ്റ്റംബറിൽ ചെയ്യേണ്ട CT സ്കാൻ ഓഗസ്റ്റ് അവസാനം തന്നെ ചെയ്തു. അപ്പം തന്നെ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫ്ലൂയിഡ് ഫില്ലായിട്ടുണ്ട്, വീണ്ടും ട്യൂബ് ഇടണം, വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്ന്. ഞാൻ ധൈര്യത്തോടെ തന്നെ പോയി. പക്ഷേ എനിക്ക് ആ പിക്റ്റേൽ ഇടുന്ന വേദന ഭയങ്കര സഹിക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ അഡ്മിറ്റ് ആവുന്ന ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ സ്കാനിങ് റൂമിലേക്ക് ചെന്നു. ഞാൻ ഉടമ്പടി സാക്ഷ്യം കേട്ടോണാണ് ചെല്ലുന്നത്. ആ ത്രൂ ഔട്ട് ആ പ്രൊസീജിയർ ചെയ്യുന്നിടം വരെ ഞാൻ ആ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് പുറകിൽ നിന്ന് ഒരു നേഴ്സ് വന്നിട്ട് ഒരു നീല കളറുള്ള ബ്ലാങ്കറ്റ് വെച്ച് എന്നെ പൊതിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് എന്നെ ഒരു അത്ഭുതം, എനിക്കൊരു അടയാളമായിട്ട് കാണിച്ചു തന്നല്ലോ, നീല കളറാണല്ലോ എന്നെ പൊതിഞ്ഞിരിക്കുന്നതെന്ന്. അങ്ങനെ അവരെന്നെ വളരെ കംഫർട്ടബിളാക്കി. ആ പിക്റ്റേൽ ഇൻസെഷൻ ഞാൻ ഒരു വേദന പോലും അറിഞ്ഞില്ല. അതിനെനിക്ക് ശേഷം ഒരു ബയോപ്സി എടുത്തു. അതിനും ഞാനൊരു വേദന അറിഞ്ഞില്ല. അതിന് വേണ്ടി ഞാനൊരു പെയിൻ കില്ലർ പോലും എടുത്തില്ല. അപ്പോൾ അവിടെ അഡ്മിറ്റായ സമയത്ത് എനിക്കൊരു ബെഡ് കിട്ടുന്നില്ല. ട്രോളിയിലാണ് ഞാൻ ഈ ട്യൂബ് വിട്ട് ട്രോളിയിൽ കിടക്കുക. അപ്പം ട്രോളിയിൽ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ട്രോളിയിലാണ് ഉള്ളത്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിടക്കാൻ പറ്റുന്നത്. അവൾ അപ്പം തന്നെ അടുത്ത മാതാവിൻ്റെ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു ജലദോഷം പോലെ. അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കോവിഡ് പോസിറ്റീവാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ അവരെന്നെ ഒരു ഐസൊലേഷൻ റൂമിലേക്ക് മാറ്റി. എനിക്ക് ബെഡ് കിട്ടി. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് റൂമിൽ വന്നതിന് ശേഷം എനിക്ക് വേറെ ഒരു സിംറ്റംസും ഇല്ല, ഞാൻ നോർമലാണ്. അപ്പം ഡോക്ടർ എന്നോട് ഞാൻ പറഞ്ഞു, എനിക്ക് കോവിഡ് തന്നത് മാതാവാണ്. കാരണം ഞാൻ ആ ട്രോളിയിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. മാതാവാണ് എനിക്ക് കോവിഡ് പോസിറ്റീവാക്കി തന്ന് എന്നെ റൂമിലേക്ക് മാറ്റിയത്. അപ്പോൾ അവരെന്നോട് പറയുക, കോവിഡ് പോസിറ്റീവായിട്ട് ആദ്യമായി സന്തോഷിക്കുന്ന ഒരാളെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നും. എനിവേ അവിടുത്തെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞു. എൻ്റെ റിപ്പോർട്ടുകളെല്ലാം വന്നു. ഫൈനൽ ഡയഗ്നോസിസായി എനിക്ക് സെറസ് കാർസിനോമ തന്നെയാണെന്ന്. അങ്ങനെ ഇമ്മീഡിയറ്റായിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. സെപ്റ്റംബർ മുതൽ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലി ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി ധ്യാനം കേൾക്കും. ആ ജൂലൈ മുതൽ ഒരിക്കൽ പോലും എൻ്റെ ഉടമ്പടി ധ്യാനം മുടങ്ങിയിട്ടില്ല, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മുടങ്ങിയിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലും, എനിക്ക് പറ്റുന്ന അത്രയും. ആ സമയത്ത് തന്നെ ഞാൻ അറിയാതെ എന്നെ ആരോ കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അയർലൻഡിൽ, ആ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തു. അങ്ങനെ അതിൻ്റെ അകത്ത് വഴി എനിക്ക് ജപമാല ചൊല്ലാനും പ്രാർത്ഥിക്കാനുമുള്ള അനുഗ്രഹം കിട്ടി. അങ്ങനെ ആ സമയത്ത് ഞാൻ എൻ്റെ ആൻറ്റി വിളിച്ചപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, നീ എന്നും മാതാവിനോട് പ്രാർത്ഥിക്ക്, കൃപാസന അമ്മ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അപ്പോൾ ആൻറ്റി പറഞ്ഞു, നിനക്ക് പറ്റുവാണെങ്കിൽ നീ അങ്ങനെ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ എഴുതാൻ തുടങ്ങി 33 തവണ. അങ്ങനെ 33 ദിവസം ഞാനത് എഴുതി. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ 3 കീമോ കഴിഞ്ഞു. ഭയങ്കര അത്ഭുതമായിരുന്നു. ഡോക്ടർമാർക്കും അത്ഭുതം. എനിക്കൊരു സൈഡ് എഫക്റ്റും എൻ്റെ കീമോ ചെയ്ത സമയത്തുണ്ടല്ലോ, എനിക്കൊരു വേദനയുടെ മരുന്ന് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഛർദിയോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇതൊരു ഭയങ്കര മിറാക്കിളാണല്ലോ, നിനക്കൊരു സൈഡ് എഫക്റ്റ് പോലും വരുന്നില്ലോ എന്ന്. അതുപോലെ തന്നെ ആ സമയത്ത് അവർ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് സാധാരണ കീമോ ചെയ്യുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഓരോ കീമോ ചെയ്യുന്ന സമയത്തും വളരെയധികം കൂടി വരുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ റിപ്പീറ്റ് സ്കാൻ ചെയ്തു, നോർമലായി. അവർ സർജറിക്ക് വേണ്ടി എന്നെ എടുക്കാൻ തീരുമാനിച്ചു. ആ സർജറിയുടെ സമയത്ത് അവരെന്നോട് പറഞ്ഞു, വളരെ കോംപ്ലിക്കേറ്റഡായ സർജറിയാണ്, വയറിനകത്ത് ഫുള്ള് സ്പ്രെഡ് ആയത് കാരണം
നിൻ്റെ അവയവങ്ങളുടെ പകുതി നമ്മൾ റിമൂവ് ചെയ്യും, അതുപോലെ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടി ട്യൂബ് ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അഡ്മിറ്റായി. എല്ലാ ഫോളോ അപ്പും ഞാൻ ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിൽ പോയത്. അങ്ങനെ അഡ്മിറ്റായി സർജറിക്ക് വേണ്ടി. അപ്പോൾ അന്ന് രാവിലെ എനിക്ക് വിഷമം വന്നു. കാരണം ഈ വയറ്റിൽ നിന്ന് പോകാനൊക്കെ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം എപ്പോഴും. അപ്പോൾ എനിക്ക് ആ വിഷമം തോന്നി. പക്ഷേ ഞാൻ ആരോടും ഇതൊന്നും, എൻ്റെ വീട്ടിൽ പോലും ആരോടും ഞാൻ ഷെയർ ചെയ്തിരുന്നില്ല. ഞാൻ എന്തിനാ എൻ്റെ ആൻറ്റീനെ വിളിച്ചു. ആൻറ്റിയോട് പറഞ്ഞു ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട, മാതാവും ഈശോയും നിൻ്റെ കൂടെ വന്ന് സർജറി ചെയ്യാൻ അവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൃപാസനത്തിൻ്റെ ലോക്കറ്റ് ഉള്ളിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഗോൾഡ് ചെയ്തിരിക്കുന്നതാണ്, അവരത് സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ ആ സർജറിയുടെ എന്ന് മാതാവ് വീണ്ടും ഇടപെട്ടു. ആ ഡോക്ടർ എന്നോട് ചോദിച്ചു നിനക്ക് എന്താ ഉള്ളിൽ കൊണ്ടുപോകണ്ടേ, ഞാൻ കൊണ്ടുപോക്കണം. അങ്ങനെ അവരൊരു ബോട്ടിലിനകത്തിട്ട് എൻ്റെ കൃപാസനം ഉടമ്പടി കാശ് രൂപ ഉള്ളിൽ സർജറി ത്രൂ ഔട്ട് സർജറി ചെയ്തു. എനിക്ക് ഓർമ്മയില്ല ഞാൻ സർജറി കഴിഞ്ഞ സമയത്താണോ സർജറിയുടെ മുമ്പാണോ, ഞാൻ എപ്പോഴോ മാതാവ് എൻ്റെ അടുത്ത് വരുന്നതായിട്ട് ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സർജറിക്ക് മുമ്പ് ഡോക്ടറോട് പറഞ്ഞാലും നിങ്ങൾ എന്ത് സർജറി വേണം ചെയ്തോ, എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് പേടിയില്ല, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പം ഞാൻ എന്നും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് മാതാവ് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ചോദിക്കും ഇതാണോ നീ പ്രാർത്ഥിക്കുന്നത് നിൻ്റെ മാതാവെന്ന്. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അങ്ങനെ സർജറി കഴിഞ്ഞ പാടെ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ അബ്ഡോമിനൽ എവിടെയും സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നില്ല. എനിവേ അവരെനിക്ക് ടോട്ടൽ ഹിസ്റ്ററക്ടമി ചെയ്തു. അത് ബയോപ്സിക്ക് വിട്ടു. അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പം എൻ്റെ ഓവറിയിൽ മാത്രമേ ക്യാൻസർ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി യൂട്രസിന് പോലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവ് വലിയൊരു അനുഗ്രഹം തന്ന് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം വീണ്ടും പ്രശ്നങ്ങൾ വന്നു. അബ്ഡോമിനിൽ ചെറിയ ഫ്ലൂയിഡ് ഫില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ബ്ലാഡറിൽ ബ്രോക്കായിട്ടുണ്ട് സർജറിയുടെ സമയത്ത് വന്നു. ഞാൻ വീണ്ടും എന്നും ഉടമ്പടി തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിന് വീണ്ടും അവർ സ്കാൻ ചെയ്തു, അത് വീണ്ടും നോർമലാക്കി തന്നു. അതിനുശേഷം വീണ്ടും കീമോ ചെയ്തു. ഒരു സൈഡ് എഫക്റ്റും കൂടാതെ നോർമലി ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അതിനുശേഷം ഞാൻ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് വീണ്ടും എനിക്കൊരു പ്രശ്നം വന്നു. അവർ പറഞ്ഞു ഈ കീമോ ഒക്കെ ചെയ്ത് കാരണം ഇനി പ്രശ്നങ്ങളുണ്ട്, ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ആകണമെന്ന്. അപ്പം ഞാൻ ഹോസ്പിറ്റലിലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഉപ്പ് കൊടുത്തു വിട്ടിട്ട് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു. ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ച സമയത്ത് എങ്ങനെയാണെന്നറിയില്ല, മാനേജർ 2 ആഴ്ച ലീവ് പോയി. ആ 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഓക്കുപേഷണൽ ഹെൽത്ത് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് മാറണ്ട, നിൻ്റെ എല്ലാ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും നോർമലാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവരെന്നോട് പറഞ്ഞു ഒരു 2 ഇയേഴ്സ് ടാബ്ലറ്റ് കഴിക്കണം, അതൊരു ഫർദർ പ്രിവെൻഷന് വേണ്ടിയാണെന്ന്. പക്ഷേ മാതാവ് ഇത്രയും വലിയൊരു അനുഗ്രഹം എന്ന് എനിക്കറിയാം. ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് മാതാവ് ക്യാൻസർ എന്ന് പറഞ്ഞ സെല്ലിനെ കൊണ്ടുവരത്തില്ലെന്ന്. കാരണം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു, മാതാവേ ഈശോ 33 വയസ്സ് വരെയുടെ കൂടെ നീ ഉണ്ടായിരുന്നു, എൻ്റെ കൊച്ചിന് 3 വയസ്സും 6 വയസ്സും ഉള്ളൂ, അവർക്ക് ഒരു ഇതാകുന്നത് വരെ എനിക്ക് അവരുടെ കൂടെ ഉണ്ടാകാം, നീ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ 33 വർഷമൊന്നും ചോദിക്കുന്നില്ല, അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുന്നത് വരെ എനിക്ക് അവരുടെ കൂടെ ഉണ്ടാകുന്നവരെ എനിക്ക് ഒരു അസുഖവും നീ എനിക്ക് തരില്ലേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവ് വലിയൊരു അനുഗ്രഹം എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മാറേണ്ട വന്നില്ല. ഇപ്പം റിപ്പീറ്റായിട്ട് കഴിഞ്ഞ മാസം ഞാൻ സ്കാനിങ്ങും എൻ്റെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും ചെയ്തു. ഓരോ പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും എൻ്റെ ഹീമോഗ്ലോബിനും പ്ലേറ്റ്ലെറ്റും കൂടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ CT സ്കാൻ എല്ലാം ഇപ്പം നോർമലാണ്. ഡോക്ടർമാരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ കാര്യത്തിൽ. കാരണം ഇത്രയും വലിയൊരു മിറാക്കിൾ സംഭവിച്ചതിന് ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് നാട്ടിൽ വന്നത്. ഞാൻ ഈ അസുഖമായിട്ട് അവിടെ അയർലൻഡിൽ ചെന്ന സമയത്ത് നേഴ്സസ് മിനിസ്റ്ററുടെ പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ ഒരു ബ്രദർ വന്നായിരുന്നു. അപ്പോൾ ബ്രദറിനെ ഞാൻ ഒരിക്കലും മുമ്പ് കണ്ടിട്ടില്ല, ആ ബ്രദർ എന്നെയും കണ്ടിട്ടില്ല. അപ്പോൾ ആ ബ്രദർ എന്നോട് ചോദിച്ചു നിനക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒന്നുകൂടെ വിഷമിക്കണ്ട, നിന്നെ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആലപ്പുഴ ഒരു കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നീ അവിടെ പോയി പറ്റുവാണെങ്കിൽ നാട്ടിൽ പോയി ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. അപ്പം ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതാണ്. അപ്പം എന്നോട് ആ ബ്രദർ പറഞ്ഞു ആ മാതാവ് നിന്നെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നതെന്ന്. അതുപോലെ തന്നെ ആ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഇവിടെ വന്ന് ഡിസംബർ 30 മുമ്പായിട്ട് എനിക്ക് സാക്ഷ്യം പറയണമെന്ന്. ആ ഡിസംബർ 30 മുമ്പ് തന്നെ എനിക്ക് മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. അതുപോലെ എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ച് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഉള്ളതായത് കാരണം എൻ്റെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഈ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് വരെ ഞാൻ എല്ലാ ദിവസവും 33 തവണ കൃപാസന അമ്മ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വരുന്നിടം വരെ ഞാൻ എഴുതിയതാണ് എൻ്റെ ബുക്ക്. ഈ ബുക്കിൽ ഞാൻ എല്ലാ ദിവസവും എഴുതുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും അസുഖങ്ങൾ വരുമ്പോൾ നിങ്ങൾ തളർന്ന് കരയാതെ ധൈര്യമായിട്ട് മാതാവിനോട് ചേർന്ന് പ്രവർത്തിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യം അത് റിപ്പീറ്റഡായി ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും രോഗസൗഖ്യം കിട്ടും. കാരണം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഈ രോഗം മരണത്തിൽ പ്രതിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവമഹത്വത്തിനും ദൈവപുത്രൻ മഹത്വത്തിനും രൂപപ്പെടുന്നതിനും വേണ്ടിയാണ്. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയർലൻഡിന് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി അപ്പച്ചന്മാരെ കുളിപ്പിക്കാനും അവർക്ക് മരുന്ന് കൊടുക്കാനൊക്കെ പോകുമായിരുന്നു. പിന്നെ
എൻ്റെ ചെറുപ്പകാലം മുതലേ എനിക്ക് ഇങ്ങനെ സഹായം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എനിക്ക് ജോലി കിട്ടിയ കാലം മുതൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു എൻ്റെ സാലറിയിൽ നിന്ന് ഒരു അംശത്തിൽ നിന്ന്. ഇപ്പോഴും ഞാൻ അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ അത് എന്താണെങ്കിലും ചെയ്തു കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഒന്നും നോക്കാറില്ല. പിന്നെ മമ്മി ആർക്കെങ്കിലും ആവശ്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ ഞാൻ പൈസ അയച്ചു കൊടുക്കും. മമ്മി അവരെ സഹായിക്കാറുണ്ട്. പിന്നെ ഞാൻ എന്നും ഉടമ്പടി ധ്യാനങ്ങളും ഡെയിലി ബ്രെഡും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം വന്ന് ഒരുപാട് പേര് കൃപാസന മാതാവിൽ വിശ്വസിക്കുകയും ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 50-ാം അധ്യായം 22-ാം തിരുവചനം. എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. ജിസ് മെഡോൺ എന്ന ഈ സഹോദരി തൻ്റെ പിതാവിനോടൊപ്പം ചേർന്ന് കുടുംബത്തിന് ലഭിച്ച വളരെ ഗൗരവമുള്ള വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണത്തിന്, ഈശോയിൽ നിന്നുള്ള സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യം പിതാവിന് ലഭിച്ച രോഗസൗഖ്യത്തെയും ഹാർട്ട് അറ്റാക്കിന് വന്ന രോഗം ഭേദമായതിനെയും എല്ലാം മകൾ സാക്ഷ്യപ്പെടുത്തി. പിന്നെ മകളുടെ അയർലൻഡിൽ പോകുവാൻ വേണ്ടിയുള്ള OET പരീക്ഷാ വിജയത്തെയും തുടർന്ന് ആ പ്രോസസ്സിലുണ്ടായ തടസ്സങ്ങൾ അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയാൽ അത് മാറി വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നു കിട്ടിയതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി. പിന്നീടാണ് നാം കേട്ട സുദീർഘമായ ആ ക്യാൻസർ രോഗം വന്നതിനെക്കുറിച്ചും അത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ കൃത്യമായ പരിചരണത്തിലൂടെ മകൾക്ക് ലഭിച്ച പൂർണ്ണമായ സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. മകളത് ആ സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ അമ്മയ്ക്കുണ്ടായ ഒരു രോഗാവസ്ഥയെക്കുറിച്ചും അമ്മയ്ക്കത് ക്യാൻസർ രോഗം കൊടുക്കരുതേ, അത് എനിക്ക് തന്നുകൊള്ളുക എന്ന് മകൾ അതന്ന് പ്രാർത്ഥിച്ചൊരു വിഷയത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. അത് മകളുടെ ആ സാക്ഷ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏതാണ്ടൊരു മധ്യഭാഗത്ത് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ, അമ്മയുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അതങ്ങനെ പറഞ്ഞൊരു പ്രാർത്ഥന വയ്ക്കുന്നുണ്ട്. പിന്നീടത് തനിക്ക് തന്നെ അത് രോഗമായി തീരുന്നതാണ് മകൾ തിരിച്ചറിയുന്നത്. നമ്മൾ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറുള്ളവരാകുമ്പോൾ ദൈവസന്നിധിയിൽ ഏതു വലിയ സഹനത്തെയും തൻ്റെ ജീവിതം കൊണ്ട് ഏറ്റെടുത്ത് അത് തൻ്റെ വിശുദ്ധീകരണത്തിനും ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി അത് ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോൾ അത് ചിലപ്പോൾ ഇത് നമുക്ക് വലിയ സഹനങ്ങളായി തീരുവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സഹന സ്നാനം നടത്തിയ മകളുടെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ നമ്മൾ കേട്ടത്. മകൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടി വിദേശത്ത് ജോലിക്ക് വേണ്ടി ചെല്ലുകയും ജോലി തുടങ്ങുകയും ചെയ്ത നാളുകളിലാണ് ഓരോരോ അവയവങ്ങളിലേക്ക് ക്യാൻസർ പടരുന്നതായും ആദ്യം ലങ്സിൽ വെള്ളം കിട്ടുന്നതായും പിന്നീട് ക്യാൻസറായും അത് 4th സ്റ്റേജിൻ്റെ വിഷയമായും, 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മരണം വീട്ടിലെത്തി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മരണം വീട്ടിലെത്തിയതുപോലെ ക്യാൻസർ വല്ലാതെ ശരീരം മുഴുവനും ബാധിക്കുകയും മണിക്കൂറുകൾ മാത്രമേ ഇനി മിച്ചമുള്ളൂ എന്ന് തിരിച്ചറിവോടുകൂടി ജീവിതത്തെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. മകൾ പറയുന്ന അതിജീവനത്തിൻ്റെ ഈ സാക്ഷ്യം തൻ്റെ സഹന വഴികളിൽ ഒരിക്കലും അമ്മ മാതാവിനെ കൈവിടാതെ അമ്മയുടെ ഉടമ്പടിയിലുള്ള പൂർണ്ണമായ വിശ്വസ്തതയുള്ള വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം, ഉടമ്പടി കാശുരൂപം, ഉടമ്പടി ഉപ്പ് അവ നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന 33 ദിവസം 33 തവണ എഴുതി പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ ഏതൊരു ദുരന്തത്തെയും ഏറ്റെടുക്കുകയും അമ്മയുടെ പ്രാർത്ഥനയിലൂടെ എൻ്റെ കഴിവിനപ്പുറം ഡോക്ടർമാരുടെ മരുന്നിനപ്പുറം ദൈവത്തിൻ്റെ കൃപയാൽ അത് സൗഖ്യമാക്കുവാൻ കരുത്തുണ്ടെന്ന് എനിക്ക് വിശ്വാസവും ബോധ്യവുമുള്ളത് കൊണ്ട് എൻ്റെ ജീവിതം എത്ര കണ്ട് മുങ്ങിത്താണാലും എത്ര കണ്ട് രോഗത്താൽ നിറഞ്ഞാലും അതിനെ സൗഖ്യപ്പെടുത്തുവാനുള്ള ശക്തി എൻ്റെ ഈശോയുടെ തിരുരക്തത്താൽ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച നാളുകളെയാണ് മകളെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. സുദീർഘമായ സാക്ഷ്യത്തിൽ എത്രയോ തവണയാണ് ദൈവികമായ ഇടപെടലുകൾ, ശക്തി, സൗഖ്യം കൊടുക്കൽ, ക്ലേശകാലത്തിൽ നിന്ന് കരം പിടിച്ച് കയറ്റൽ ഒക്കെ മകൾ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത്. ഓരോ ക്ലേശത്തെയും മകൾ പറയുന്നുണ്ട്, ഞാനിത് എൻ്റെ അമ്മ മാതാവിനോടാണ് നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നത്, ഞാൻ എൻ്റെ അമ്മ മാതാവിലാണ് നിരന്തരം സമർപ്പിച്ചു കൊണ്ടിരുന്നത്. ഓപ്പറേഷന് വേണ്ടി അകത്ത് കയറ്റുമ്പോഴും
എന്താണ് അകത്ത് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സംശയമില്ലാതെ ഞാൻ പറഞ്ഞത്, എനിക്കെൻ്റെ ഉടമ്പടി കാശ് രൂപം എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് വേണമെന്നാണ്. ഉള്ളിലുള്ള ആന്തരികാവയവങ്ങൾ പലതും എടുത്തു മാറ്റുവാൻ വേണ്ടിയാണ് മകളെ അകത്ത് പ്രവേശിപ്പിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ലാപ്രോസ്കോപ്പി നോക്കുമ്പോൾ അവിടെയൊന്നും വലിയ വിഷയങ്ങൾ കാണുന്നില്ല, ഓവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ഞങ്ങൾ കരുതിയതുപോലെയൊന്നും നിൻ്റെ ശരീരത്തിൽ ഇത് ബാധിച്ചിട്ടില്ലെന്ന്. പ്രിയമുള്ളവരെ, മനുഷ്യൻ കണക്ക് കൂട്ടുന്നതല്ല ദൈവം നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്നത്. മനുഷ്യൻ്റെ എല്ലാ പദ്ധതികളും പാളുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി സുരക്ഷിതമായ ആയുസ് നൽകുന്ന, ഐശ്വര്യം നൽകുന്ന പദ്ധതികൾ എപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആരൊക്കെ എഴുതിത്തള്ളിയാലും ഒരിക്കലും എഴുതിത്തള്ളാത്ത ദൈവകരങ്ങളിൽ ജീവിതത്തെ കൊടുത്ത് ജീവിക്കുവാൻ നിരന്തരം നമുക്ക് ശ്രദ്ധയുണ്ടാവണം. ഉടമ്പടി ജീവിതം ഈ ഒരു ആത്മധൈര്യമാണ് നമുക്ക് കൈമാറുന്നത്. ഈ ലോകം എന്നെ എഴുതിത്തള്ളിയാൽ, ഈ രോഗം എന്നെ എഴുതിത്തള്ളിയാൽ, ഈ ജോലി എന്നെ എഴുതിത്തള്ളിയാൽ, എൻ്റെ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടാൽ ഞാൻ തളരില്ല. ഞാൻ വീണ്ടും എഴുന്നേൽക്കും, ഞാൻ ദൈവത്തെ സ്തുതിക്കും. അവിടുത്തേക്ക് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതൊരിക്കലും നാശത്തിനല്ല, ക്ഷേമത്തിനും ശുഭകരമായ ഭാവിക്കുമുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഉടമ്പടി മാതാവ്, എൻ്റെ സഞ്ചാരി മാതാവ്, ഏതൊരു പ്രപഞ്ച ദുരന്തത്തെയും തടയുവാൻ കഴിവുള്ളവൾ, എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നത് വരെ അമ്മയുടെ കരം പിടിച്ചു തന്നെ ഈ സഹനത്തിൻ്റെ, ഈ കണ്ണീരിൻ്റെ, ഈ രോഗദുരിതത്തിൻ്റെ, ഈ തുടർച്ചയായ പരാജയത്തിൻ്റെ ജീവിത വഴികളെ, ദിവസങ്ങളെ ഞാൻ താണ്ടിക്കൊണ്ടിരിക്കുമെന്ന മകളുടെ പ്രത്യാശയുള്ള പ്രാർത്ഥന ഇന്ന് അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമായി, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായി ഈ അൾത്താരയിൽ നിൽക്കുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ശൈത്യഭൂഷി ബലപ്പെടുത്തി അച്ഛൻ മകളെ വിടുമ്പോഴും മകൾക്കൊന്നു മാത്രമാണ് പ്രത്യാശ, എൻ്റെ ഉടമ്പടി മാതാവ് ഉടനടി സൗഖ്യവും പരിഹാരവും നൽകി ജീവിതത്തിൻ്റെ ഏത് വലിയ ദുരിതത്തിൽ നിന്നും എന്നെ കരകയറ്റും. അതിൻ്റെ ജീവനുള്ള സാക്ഷ്യം ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നു. മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും സംരക്ഷണത്തിനും സൗഖ്യത്തിനും അമ്മ മാതാവ് നൽകിയ പ്രത്യാശയ്ക്കും ആത്മധൈര്യത്തിനും അമ്മയ്ക്ക് വിശ്വയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും എന്നും എപ്പോഴും മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയതിനെ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് ജെറോമിൻ, ഇതെൻ്റെ ഭാര്യ ഷൻസി, ഇതെൻ്റെ മകള് ജോൽമരിയ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ തലോർ ഇടവംഗങ്ങളാണ്. ഞങ്ങൾ 4 വർഷമായി അബുദാബിയിലാണ് താമസിച്ചു വരുന്നത്. ഞാനും എൻ്റെ ഭാര്യയും അവിടെ വർക്ക് ചെയ്യുന്നു, എൻ്റെ മകൾ അവിടെ പഠിക്കുന്നു, എൻ്റെ അമ്മയും ഞങ്ങളുടെ കൂടെ താമസിക്കുന്നുണ്ട്. ഞാൻ ആദ്യം എനിക്ക് ഉണ്ടായ ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം ആദ്യം പറയാം. ഏപ്രിൽ 12-ാം തീയതിയാണ് ഞങ്ങൾ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുന്നത്. അതിൽ ഞങ്ങളേക്ക് നയിച്ച സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ കുഴപ്പമില്ലാതെ കമ്പനിയിൽ വർക്ക് ചെയ്ത് വരികയായിരുന്നു. 2025 ജനുവരിയിലായപ്പോൾ എൻ്റെ ജോലിയിൽ ഒരുപാട് തടസ്സങ്ങളും അതുപോലെ തന്നെ എൻ്റെ ഡിവിഷനെല്ലാം ചേഞ്ച് ചെയ്യലും ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നോളജി എല്ലാം മാറ്റുന്നതും അങ്ങനെ പല തടസ്സങ്ങളും വന്ന് എനിക്ക് റിസൈൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണെങ്കിലും ഞാൻ ഫെബ്രുവരിയിൽ എനിക്കുണ്ടായിരുന്ന ജോലി ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ റിസൈൻ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, 1 മാസം നോട്ടീസ് പീരീഡ് ആ കമ്പനിയിൽ കൊടുക്കണം. ആ 1 മാസത്തിനുള്ളിൽ വേറൊരു ജോലി എനിക്ക് ട്രൈ ചെയ്യാം, എനിക്ക് വേറൊരു ജോലി കിട്ടുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു റിസൈൻ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഞങ്ങൾ ഫെബ്രുവരിയിൽ ഞാൻ റിസൈൻ ചെയ്തു. മാർച്ച് 5-ാം തീയതി ആയിരുന്നു ആ കമ്പനിയിൽ ലാസ്റ്റ് ഡേറ്റ്. മാർച്ച് മാസം തീരുന്നത് വരെ എനിക്ക് ജോലിയൊന്നും ശരിയായില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ മുഴുവൻ ഞാൻ എൻ്റെ മെറിറ്റിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. ഇവിടെ ജോസഫ് അച്ഛനും വിജയ് ബ്രദറും മറ്റു അച്ഛന്മാരെ സിസ്റ്റേഴ്സും എല്ലാം പറയുന്ന പോലെ പൂർണ്ണമായും നമ്മൾ മെറിറ്റിലാണ് ആ സമയത്ത് വിശ്വസിച്ച് പോരുന്നത്. ആ സമയത്ത് ദൈവത്തിന് പ്രവർത്തിക്കാനോ മാതാവിന് മധ്യസ്ഥം വഹിക്കാനുള്ളൊരു അവസരം നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകിയിരുന്നു. അങ്ങനെ ഏപ്രിൽ മാസം 10-ാം തീയതി ആയപ്പോൾ ജോലി കിട്ടാത്തൊരു ബുദ്ധിമുട്ട് വല്ലാതെ അലട്ടിയ ഒരു സിറ്റുവേഷൻ വന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര വിഷമത്തിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനായി. അങ്ങനെ 10-ാം തീയതിയാണ് എൻ്റെ കൂടെയാണ് എൻ്റെ അമ്മ നിൽക്കുന്നത്. എൻ്റെ അമ്മ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാമെന്നൊരു തോട്ട് ഞങ്ങൾക്ക് നൽകുന്നത്. ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു 2024 ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ ഞായറാഴ്ചയിൽ ദിവ്യബലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കൃപാസന പത്രം കിട്ടുകയുണ്ടായി. അവിടെ ഇങ്ങനെ നാട്ടിൽ ആരെങ്കിലും ലീവിന് വന്നു കഴിഞ്ഞാൽ അവർ പത്രം കൊണ്ടുവരും, ആ പത്രം ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. എല്ലാ മാസവും റെഗുലറായിട്ട് ആർക്കും പത്രം അങ്ങനെ കിട്ടാറുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് അന്ന് ഒക്ടോബർ മാസത്തിൽ ഒരു പത്രം കിട്ടിയിരുന്നു.
അമ്മ ആ പത്രം സൂക്ഷിച്ച് അമ്മയുടെ ബാഗിൽ വെച്ചിരുന്നു. ഒരു 8 മാസത്തോളം ആ പത്രം അമ്മയുടെ ബാഗിൽ വെച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ പത്രം വായിച്ചിട്ടില്ല, ഞങ്ങൾ അതിന് സാക്ഷ്യങ്ങൾ വായിച്ചിട്ടില്ല, ഞങ്ങൾ യൂട്യൂബിലെ സാക്ഷ്യങ്ങളൊന്നും വന്ന് കണ്ടിരുന്നില്ല. കൃപാസനത്തിനെ പറ്റി ഞങ്ങൾ നാട്ടിലുള്ളപ്പോൾ തന്നെ കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി അറിയാനോ ഉടമ്പടിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വൈഫും അപ്പം തന്നെ ഓക്കെ പറഞ്ഞിരുന്നു. കാരണം നമ്മുടെ മെറിറ്റിലെ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നൊരവസ്ഥ ശരിക്കും അപ്പോൾ വന്നിരുന്നു, നമുക്കത് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ 12-ാം തീയതി ഓശാന ഞായറാഴ്ചയുടെ തലേ ദിവസം രാത്രി ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഏപ്രിൽ മാസം 13-ാം തീയതിയാണ് ഞങ്ങൾ ഉടമ്പടി ജീവിതം ആരംഭിച്ച് തുടങ്ങിയത്. അപ്പം എനിക്ക് രണ്ട് ഭൗതിക സാക്ഷ്യങ്ങളും ഒരു ആത്മീയ സാക്ഷ്യവുമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ മകള് ജോൽമരിയ, മകൾക്ക് കിട്ടിയ രോഗസൗഖ്യമാണ്. മകളുടെ കാര്യത്തിൽ എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മകൾക്ക് പനി വരുമായിരുന്നു. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ പനി വരും, സ്കൂളിലേക്ക് പോയാൽ പിറ്റേ ദിവസം പനി വരുന്നു, ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നു, ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. ഇത് ഒരു 1.5-2 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരുന്നൊരു പ്രോസസ്സായിരുന്നു. അപ്പം ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചിരുന്നു. അപ്പോൾ അവസാനത്തെ 1 വർഷമായിട്ട് ഞങ്ങൾ റെഗുലർലി 2 മാസം കൂടുമ്പോൾ ഞങ്ങൾ ചെക്കപ്പിന് ചെയ്തിരുന്നു. ആ ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞത് മകളുടെ അഡിനോയിഡ് ഗ്ലാൻഡ് ഭയങ്കരമായിട്ട് എൻലാർജ് ആവുന്നുണ്ട്, വലുതാവുന്നുണ്ട്. അതുകൊണ്ടാണ് മകൾക്ക് ഈ കോൾഡും അതുപോലെ തന്നെ തുടർന്ന് പനിയൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. 1 വർഷത്തോളമായിട്ട് അത് ചെറുതാവുന്നുണ്ടായിരുന്നില്ല. എല്ലാ 2 മാസം റെഗുലർ ചെക്കപ്പിലും അതങ്ങനെ തന്നെ തുടരുകയായിരുന്നു. ഉടമ്പടി ഞങ്ങൾ ഏപ്രിൽ 13-ാം തീയതി തൊട്ട് ഞങ്ങൾ ജീവിച്ചു തുടങ്ങി. ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഭജനവായനയും വിശുദ്ധ കുർബാനയും എല്ലാം ഞങ്ങൾ ചെയ്ത് ആ ജീവിതത്തിലേക്ക് ഞങ്ങൾ ആ ട്രാക്കിലേക്ക് ഞങ്ങൾ വന്നു തുടങ്ങി. 7-ാമത്തെ ദിവസം, അതായത് ദുഃഖ ശനിയാഴ്ചയായിരുന്നു മകൾക്ക് പിന്നീട് കിട്ടിയ ഡോക്ടർ അപ്പോയിൻമെൻറ്റ്. അതിനും ഒരു കാരണമുണ്ട്. ഞങ്ങൾ ജനുവരിയിലെ ലീവ് കഴിഞ്ഞ് അവിടെ അബുദാബിയിൽ തിരിച്ചെത്തിയപ്പോൾ തൊട്ടേ ഞങ്ങൾ വൈഫ് മകളുടെ അപ്പോയിൻമെൻറ്റ് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 2 മാസം കൂടുമ്പോൾ കാണിക്കണം. പക്ഷേ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പലതരം തടസ്സങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ ഡോക്ടർ ലീവിന് പോകും, അല്ലെങ്കിൽ വേറെ ചില കാരണങ്ങൾ വേറെ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടും അങ്ങനെ. പക്ഷേ ഉടമ്പടി എടുത്തിട്ട് വൈഫ് ട്രൈ ചെയ്തപ്പോൾ അപ്പം തന്നെ ഞങ്ങൾക്ക് ദുഃഖ ശനിയാഴ്ച 7 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലേക്ക് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, മാതാവിൻ്റെ ഒരു ഇടപെടൽ അവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു ബോധ്യം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ടേ തന്നെ മാനുഷികമായിട്ടുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു, ഒരു അടയാളം ഞങ്ങൾ പല സാക്ഷ്യങ്ങളും കണ്ടിട്ടുണ്ട്. മഴവില്ല് മാതാവ് കാണിച്ചു കൊടുത്തു, മെഴുകുതിരിയിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു, അതുപോലെ സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു അടയാളം ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ദുഃഖ വെള്ളിയാഴ്ച 6-ാമത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥനകളെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മെഴുകുതിരി എല്ലാം ഊതി ഞങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതിൽ ശരിക്കും മാതാവിൻ്റെ ഒരു രൂപം തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് എന്തോ ഒരു അത്ഭുതം, എന്തോ ഞങ്ങളുടെ നിയോഗങ്ങളിൽ മാതാവ് നടത്താൻ പോകുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഭാര്യ ഉറച്ച് വിശ്വസിച്ചിരുന്നു. ഡോക്ടർ നമ്മൾ ഈ കൺസൾട്ടൻറ്റിന് ചെല്ലുന്ന സമയത്ത് എല്ലാ ടെസ്റ്റുകളും ഒന്നുകൂടിയും എടുത്തു നോക്കുകയും വെരിഫൈ ചെയ്യാനും വേണ്ടിയിട്ട്, മകൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഭാര്യ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി മാതാവിൻ്റെ ഈ രൂപം തെളിഞ്ഞു വന്ന് പിറ്റേ ദിവസം ദുഃഖശനിയാഴ്ച ഞങ്ങൾ ഡോക്ടറെ കാണുന്നു. ഡോക്ടർ ഞങ്ങൾ ആഗ്രഹിച്ച് പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും നടത്തുന്നു. അതിലെല്ലാം നോർമലാണ്. മകളുടെ ആ അഡിനോയിഡ് ഗ്ലാൻഡ് ചെറുതാവുന്നതായിട്ട് കണ്ടു. ഇനി സർജറി ഒന്നും വേണ്ട. മുൻപ് ഡോക്ടർ പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും സർജറി വേണം. ഒപ്പം തന്നെ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ചെവിയിലെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് എപ്പോഴും ഇൻഫെക്ഷൻ പോലെ വന്ന് അത് ചിലപ്പോൾ ചെവിയിലെ കേൾവിശക്തി തന്നെ നഷ്ടപ്പെടാത്ത സിറ്റുവേഷനും വരെ വരാമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു. പക്ഷേ അതെല്ലാം ഈ ദിവസത്തോടു കൂടിയിട്ട് ഞങ്ങൾക്ക് ആ ടെൻഷനെല്ലാം മാറി. ഡോക്ടർ പറഞ്ഞു സർജറി ഒന്നും വേണ്ട, ഇതെല്ലാം ചെറുതായി വരുന്നുണ്ട്, വൈറ്റമിൻ ടാബ്ലറ്റ്സ് മാത്രം ഇനി കഴിച്ചാൽ മതി, അത് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അതേ പിന്നെ ഇതുവരെ മകൾക്ക് അഡിനോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു പനിയോ ഒരു ബുദ്ധിമുട്ടോ മകൾക്ക് ഉണ്ടായിട്ടില്ല. ഇതാണ് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ഞങ്ങളൊരു നിയോഗമായിരുന്നു മകളുടെ ഈ രോഗസൗഖ്യം. ഞങ്ങളുടെ ആദ്യത്തെ നിയോഗത്തിൻ്റെ ഇതായിരുന്നു ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത് ഞാനിതുപോലെ എൻ്റെ ജോലിയുടെ കാര്യം തന്നെയാണ്. ജോലി ഞാൻ മാർച്ച് മാസം കഴിഞ്ഞു. ഞങ്ങൾ ഏപ്രിലിൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ തന്നെ വിജയപ്രദയുടെ ടോക്കുകളും സാക്ഷ്യങ്ങളും ഒരുപാട് കണ്ടു തുടങ്ങി. അപ്പോഴാണ് ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നിട്ടുള്ള ആ ഒരു തോട്ട് ഞങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ വരികയും പൂർണ്ണമായിട്ടും ഞാൻ കർത്താവിന് വിട്ടുകൊടുത്ത് ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാനും സത്യം പറഞ്ഞാൽ പ്രാർത്ഥനയിൽ മാത്രം മുന്നോട്ട് പോകാനുള്ളൊരു കൃപ ആ സമയത്ത് കൂടുതലായിട്ട് കിട്ടിയിരുന്നു. അതിന് മുന്നത്തെ വരുന്ന ഞാൻ ഇൻ്റർവ്യൂവിൽ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിലെല്ലാം കൂടുതലും ഞാൻ എൻ്റെ മെറിറ്റിൽ ആശ്രയിച്ചുകൊണ്ട് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനായിരുന്നു കൂടുതൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടിയുടെ തന്നെ ശേഷം
ഞാൻ കൂടുതലും പ്രാർത്ഥനയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. മുഴുവനായിട്ടും ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഞാനപ്പോൾ ഒരു നൂറോളം അപ്ലിക്കേഷൻസ് ഞാൻ പല ജോബ് സെർച്ച് വെബ്സൈറ്റിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ജോബിന് വേണ്ടിയിട്ട്. പക്ഷേ അതിൽ നിന്ന് 2-3 കോളുകൾ മാത്രമാണ് എനിക്ക് വന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പഴയ കൊളീഗ്സിൻ്റെ അടുത്ത് ജോലി എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട് അവിടെ UAE പറഞ്ഞിരുന്നു. ഇതെല്ലാം കൂടി എനിക്കൊരു 6-7 ഇൻ്റർവ്യൂകൾ എനിക്ക് വന്നിരുന്നു. ആ ഇൻ്റർവ്യൂകളെല്ലാം ഞാൻ റിജക്റ്റ് ആയി പോയിരുന്നു. അതും എന്തോ ഒരു തടസ്സമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു തടസ്സമുണ്ട്, നമുക്ക് അത് മാറി കിട്ടണം. അങ്ങനെ നമുക്ക് മനസ്സിലായിരുന്നത്. പക്ഷേ ഞങ്ങൾ IT ജോലിയിൽ നമുക്ക് ചിലവർക്ക് അറിയാൻ പറ്റും, ഞങ്ങളുടെ ഇൻ്റർവ്യൂ ചിലപ്പോൾ 6-7 റൗണ്ട്സൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന കമ്പനിയിൽ ഒരു 4 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ക്ലയൻറ്റിൻ്റെ സൈഡിൽ പിന്നെയും ചിലപ്പോൾ 3-4 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് റൗണ്ട്സ്, ഒരു ടോട്ടൽ ഒരു 8 റൗണ്ടൊക്കെ വരെ പോകാം ചിലപ്പോൾ ചില ഇൻ്റർവ്യൂസ്. അപ്പോൾ ഞാൻ അവിടെ ഈ ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, മാതാവ് 2 തരത്തിലുമാണ് നമ്മുടെ ഉടമ്പടിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഒന്ന് നമുക്ക് സമയച്ചുരുക്കത്തിലും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആക്കുന്നതും. അപ്പോൾ എൻ്റെ ഈ ജോലിയുടെ ഒരു സാക്ഷ്യത്തിൽ ഞാൻ കൂടുതലും വിശ്വസിക്കുന്നത് മാതാവ് ലൈറ്റ് വെയിറ്റ് എന്നൊരു കാര്യത്തിലാണ് മാതാവ് കൂടുതലായിട്ടും ഇടപെട്ടിരിക്കുന്നു തോന്നിയത്. കാരണം ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് ഇത്രയും 8 റൗണ്ടോ 7 റൗണ്ടോ ഇൻ്റർവ്യൂ ഒന്നും വേണ്ട, എനിക്ക് 1-2 റൗണ്ടോ ഇൻ്റർവ്യൂ മതി, അങ്ങനെ എനിക്ക് വരണമെന്ന് ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ IT ഇൻ്റർവ്യൂവിൽ നമുക്ക് ടെക്നിക്കലായിട്ട് നമുക്ക് തിയറി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ പ്രാക്ടിക്കലായിട്ടും ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ റിജക്ഷൻ ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു, പ്രാക്ടിക്കലായിട്ടൊന്നും ചോദിക്കേണ്ട സിറ്റുവേഷൻ വരരുത്, തിയറിയിൽ തന്നെ എല്ലാം നടന്നു പോണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഏപ്രിൽ മാസം കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിൽ വൈഫ് 1-2 തവണ സ്വപ്നത്തിൽ മാതാവിനെ കാണുകയും ജോസഫ് അച്ഛനെ സ്വപ്നം കാണുകയും ചെയ്തിരുന്നു വൈഫ്. അങ്ങനെ ഒരു ദിവസം അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് മാതാവ് ഒരു അടയാളം കാണിച്ചിരുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ മെഴുകുതിരിയുടെ കാര്യം പറഞ്ഞതിനുപോലെ. അങ്ങനെ ഈ മെയ് മാസം ഒരു 20-ാം തീയതി കഴിഞ്ഞിട്ട് വൈഫ് ഒരു ദിവസം ഇങ്ങനെ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് പേര് മാതാവിൻ്റെ രൂപമായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ വൈഫ് പോയിട്ട് അവിടെ ചോദിച്ചു, ഇത് എന്താ സംഭവം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവരാദ്യം വൈഫിനോട് ചോദിച്ചത് വിൽ യു റിസീവ് മമ്മ മേരി എന്നാണ് ചോദിച്ചത്. അതായത് നിങ്ങൾ മാതാവിനെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നാണ് വൈഫിനോട് ചോദിച്ചത്. വൈഫിന് ആദ്യം ഒന്നും മനസ്സിലായില്ല. വൈഫ് കേട്ടപ്പോൾ തന്നെ വൈഫ് ഓക്കെ പറഞ്ഞു. അത് ശരിക്കും ഒരു ലീജിയൻ ഓഫ് മേരി എന്ന സംഘടനയിലെ പ്രവർത്തകരായിരുന്നു. അവരിങ്ങനെ മാതാവിൻ്റെ രൂപം ഓരോ വീടുകളിലേക്ക് നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു 10 ദിവസമോ 12 ദിവസമോ വെച്ച് പ്രാർത്ഥിക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അവരത് കൊണ്ടുപോകും, മാതാവിൻ്റെ രൂപം കൊണ്ടുപോകും. പക്ഷേ ഞങ്ങൾ പലതവണ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ 4 വർഷമായിട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത്. അപ്പം ഞങ്ങൾ വിശ്വസിച്ചിരുന്നു, മാതാവ് ഞങ്ങൾ ഓക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ മെയ് 24-ാം തീയതി മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ വീട്ടിൽ അവർ കൊണ്ടുവന്ന് തന്നു. ഞങ്ങൾ അന്ന് മുതലേ മാതാവിനെ സമ്പൂർണ്ണ ജപമാലെത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ തുടങ്ങി. അപ്പം ഞങ്ങൾ വിശ്വസിച്ചു, മാതാവ് വന്നിട്ടുണ്ട്, അടുത്ത അടയാളം തന്നിട്ടുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ ജോലിയായിരിക്കും നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഞങ്ങൾക്കത് ഏകദേശം ഉറപ്പായിരുന്നു, ജോലി തരാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടെന്നുള്ള വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു, സാക്ഷ്യങ്ങളിലൊക്കെ കേൾക്കുന്ന പോലെ. അപ്പം മെയ് 31-ാം തീയതിക്ക് മുന്നേ, മാതാവിൻ്റെ മാസമാണ് മെയ് മാസം 30-ാം തീയതി മുൻപ് എനിക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അതിന് മെയ് 30-ാം തീയതിക്ക് ഉള്ളിൽ തന്നെ ഓഫർ ലെറ്റർ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. മെയ് 29-ാം തീയതി വരെ എനിക്ക് മുമ്പ് വന്ന ഇൻ്റർവ്യൂകളെ റിജക്റ്റ് ആവുകയും ഒന്നും നടക്കാതെ ഒന്നുമില്ലാത്ത അവസ്ഥ. അതായത് 29-ാം തീയതി കഴിഞ്ഞാൽ 2 ദിവസം ബാക്കിയുള്ളൂ. ആ 29-ാം തീയതിയാണ് എനിക്ക് ഞാൻ മുമ്പ് മാർച്ച് മാസത്തിൽ ഞാനൊരു കൊളീക്കിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞ ആ കൊളീക്ക് എന്നെ വിളിക്കുകയും ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു 29-ാം തീയതി. അങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് ഓഫർ ഇട്ട് തരാൻ തയ്യാറാണ്, പക്ഷേ ഞാൻ വർക്ക് ചെയ്യാൻ വന്ന പ്രൊജക്റ്റിൻ്റെ ക്ലയൻറ്റിന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഇൻ്റർവ്യൂ ചിലപ്പോൾ 1, 2, 3, 4 റൗണ്ട്സ് വരെ പോകാം. അത് ഞാൻ സെലക്ട് ആയ മാത്രമാണ് എനിക്ക് ഓഫർ ഇട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 29 അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എന്നിട്ട് 29-ാം തീയതി തന്നെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉടമ്പടി വിശുദ്ധ വസ്തുക്കളോ ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് വിശ്വാസവും പിന്നെ ഞങ്ങളുടെ കൃപാസനം പത്രവും പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ മാത്രമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ എനിക്ക് അറിയുന്ന എന്തെങ്കിലും ചോദിക്കണേ, അത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റണേ, ലൈറ്റ് വെയിറ്റ് ആക്കി തരണേ, റൗണ്ട്സ് ഒന്നും അധികം ഇല്ലാണ്ടാവണേ, പ്രാക്ടിക്കലൊന്നും ചോദിക്കില്ലേ, ഇതെല്ലാം ഞാൻ മാതാവിനോട് കണ്ടീഷൻ പോലെ പറഞ്ഞിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ഒരൊറ്റ റൗണ്ട് ഇൻ്റർവ്യൂ ആ ക്ലയൻറ്റിന് ഉണ്ടായുള്ളൂ. അത് അബുദാബിയിലൊരു വലിയ ക്ലയൻറ്റാണ്, വലിയൊരു കമ്പനിയാണ്, മൾട്ടിനാഷണൽ കമ്പനിയാണ്, ഒരു എയർലൈൻ കമ്പനിയാണ്. അവരുടെ ഒറ്റ റൗണ്ട് ഇൻ്റർവ്യൂ എനിക്ക് ഉണ്ടായുള്ളൂ. മാത്രമല്ല ഒരു 15 മിനിറ്റ് മാത്രമാണ്. ഞങ്ങൾ ചില ഇൻ്റർവ്യൂകൾ ചിലപ്പോൾ 1 മണിക്കൂർ തന്നെ ഒരു റൗണ്ട് ഇൻ്റർവ്യൂ പോകാം. അതെല്ലാം ഒരു 15 മിനിറ്റിൽ ചുരുങ്ങുകയും
അതുപോലെ തന്നെ എനിക്ക് 4-5 ക്വസ്റ്റ്യൻസ് മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. അതിനെല്ലാം എനിക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ 29-ാം തീയതി തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ സെലക്റ്റായി, നിങ്ങൾക്ക് ഞാൻ ഓഫർ ലെറ്റർ തരാമെന്ന് എൻ്റെ കമ്പനി പറയുകയും 30-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ ലഭിക്കുകയും ചെയ്തു. അപ്പം 29-ാം തീയതി 30-ാം തീയതിയുമായിട്ടാണ് ഇതെല്ലാ കാര്യങ്ങളും നടന്നത്. അപ്പം ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം വന്നു. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് മാതാവ് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, ഭയങ്കര പ്രാധാന്യമുണ്ടെന്നുള്ളത് ശരിക്കും ഞങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കിട്ടിയൊരു സിറ്റുവേഷനായിരുന്നു അത്. വെറും 2 ദിവസത്തിനുള്ളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഈ പറഞ്ഞ 2 സാക്ഷ്യങ്ങളും ഞങ്ങളുടെ ഭൗതിക സാക്ഷ്യങ്ങളാണ്. മൂന്നാമത് പറയാൻ പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സാക്ഷ്യം. അതായത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്നിട്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ. ഞങ്ങൾ ഒരു ശരിക്കും പറഞ്ഞാൽ യുവാക്കളാണ്, ഞാനും എൻ്റെ ഭാര്യയും. അധികം പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഇന്നത്തെ യുവാക്കളുടെ പോലെ ടൈം സ്പെൻഡ് ചെയ്തിരുന്ന കൂടുതലും മൊബൈലിലായിരുന്നു. ഞങ്ങൾ മൊബൈലിലെ ഷോർട്സ് കാണുന്നതും യൂട്യൂബ് കാണുന്നതും കൂടുതലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തത് മൊബൈലിലായിരുന്നു. പലപ്പോഴും എൻ്റെ അമ്മയോ അല്ല വൈഫിൻ്റെ അമ്മയോ ഒക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോയില്ലെന്ന് ചോദിക്കുമ്പോഴും നമ്മൾ ഓൺലൈൻ കുർബാനയിലായിരുന്നു കൂടുതൽ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ കൊറോണ കാലത്ത് ഓൺലൈൻ കുർബാനയിലേക്ക് ഇതെന്ന് നമ്മൾ മോചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുർബാന കാണുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ കുർബാനയ്ക്ക് നേരിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളും നമ്മൾ തന്നെ കണ്ടെത്തിയിരുന്നു. മകളുടെ കാര്യം പറഞ്ഞ പോലെ പലപ്പോഴും മകൾക്ക് അസുഖത്തിൻ്റെ പ്രശ്നം വരും. അപ്പോൾ ആ കാരണം പറഞ്ഞ് കുർബാന മാറ്റിവെക്കുക, ഈ ടാക്സിയിൽ പോകണമെന്ന് പറയുന്ന കാരണങ്ങൾ പറഞ്ഞ് കുർബാന മാറ്റിവെക്കുക, ഇങ്ങനെല്ലാം ഓൺലൈനിലേക്ക് മാറാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് വന്ന വലിയൊരു മാറ്റമാണ്. എല്ലാ ദിവസവും ഞങ്ങൾ 4 പേരും ദിവ്യബലിക്ക് പോകുന്നു. ഞങ്ങൾ അബുദാബിയിൽ ദിവ്യബലിക്ക് പോകുന്നു. ഏതെങ്കിലും കുർബാനയ്ക്ക് ദിവ്യബലിക്ക് ഞങ്ങൾ പോകും. നേരിട്ട് ദിവ്യബലി കാണുന്നു, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നു. മുമ്പ് വൈഫും അമ്മയൊക്കെ പിന്നെയും കുമ്പസാരിക്കുന്ന ആളായിരുന്നു. ഞാൻ വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലൊക്കെ കുമ്പസാരിക്കുന്ന ഒരാളായിരുന്നു. എനിക്കതിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. സത്യം പറഞ്ഞാൽ ഒരു തെറ്റോ 2 തെറ്റോ ചെയ്തു എന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ പോയി കുമ്പസാരികളുടെ മനസ്സിപ്പോൾ എനിക്കുണ്ട്. അപ്പം അത് ഞങ്ങൾ ഭയങ്കരമായിട്ടൊരു മാറ്റമാണ്. പിന്നെ ഞങ്ങൾ മാതാവ് ലീജിയൻ ഓഫ് മേരിയുടെ ഒരു ഇത് പറഞ്ഞല്ലോ, അത് മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ വീട്ടിൽ വന്ന പിന്നെ തൊട്ട് ആ ഒരു സമയത്താണ് ഞങ്ങൾക്ക് സമ്പൂർണ്ണ ജപമാലയുടെ ഒരു ഐഡിയ കിട്ടുന്നത്. ആദ്യം അതിനു മുമ്പ് ഞങ്ങൾക്ക് പലപ്പോഴും സാക്ഷ്യത്തിൽ കിട്ടുന്നത് ഞങ്ങൾ എന്താണെന്ന് അറിയേണ്ടായിരുന്നില്ല സമ്പൂർണ്ണ ജപമാല. അതിനെപ്പറ്റി കൂടുതൽ അറിയുകയും അന്ന് മുതലേ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ സമ്പൂർണ്ണ ജപമാലയാണ് ഞങ്ങൾ ചെല്ലുന്നത്. മുടങ്ങാതെ സമ്പൂർണ്ണ ജപമാല ചെല്ലും. മുമ്പ് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു അരമണിക്കൂറിന് മേലെ പോകുന്ന സമയത്ത് നമുക്കൊരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു. ഇപ്പോൾ സമ്പൂർണ്ണ ജപമാലയും ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നീണ്ടു പോകുമ്പോഴോ ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് നമ്മൾ സമ്പൂർണ്ണ ജപമാല ഒരുപാട് എത്തിക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ എണീക്കാൻ, ഇപ്പം ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ ട്രാക്കില്ലാത്ത ആൾക്കാരെ ട്രാക്കിലാക്കാനുള്ളൊരു സംഭവമാണ് ശരിക്കും ഈ ഉടമ്പടി. അപ്പോൾ നേരത്തെ എണീക്കാനും 5:30 എണീക്കുന്നു, അല്ലെങ്കിൽ 5:30 അതിന് മുന്നേ നമ്മൾ എണീക്കുന്നു, ഒരു കുരിശിൻ്റെ വഴി ചെല്ലുന്നു, പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് മൊത്തത്തിൽ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു ഓർഡർ വരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പത്രം ഇങ്ങനെ ആരെങ്കിലും ലീവിന് വന്നിട്ട് അവർ പത്രം അവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് പത്രം കിട്ടുന്നൊരു ഓപ്ഷനാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു സാക്ഷ്യത്തിൽ ഞങ്ങൾ കേൾക്കുകയുണ്ടായി, ഒരു യുഎസിലെ ഒരു സഹോദരനും സഹോദരിയും സാക്ഷ്യം പറഞ്ഞു. അവർക്ക് ഇതുപോലെ പത്രം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നപ്പോൾ അവരൊരു പത്രം കിട്ടിയപ്പോൾ അത് പ്രിൻ്റ് എടുത്ത് അവർ തന്നെ അത് പ്രിൻ്റ് എടുത്തിട്ട് ഡിജിറ്റൽ കോപ്പി കിട്ടി, അവർ പ്രിൻ്റ് എടുത്തിട്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ സാക്ഷ്യം കിട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ 3-ാമത്തെ മാസമാണ്. ആദ്യത്തെ 2 മാസം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഞങ്ങൾ ഓരോ മാസത്തെ പത്രം ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾ തന്നെ പ്രിൻ്റ് എടുത്തിട്ട് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ മുടങ്ങാണ്ട് കാണാറുണ്ട്. അത് ഞങ്ങൾ യൂട്യൂബിൽ ഷെയർ ചെയ്യാറുണ്ട്. ഉടമ്പടി ധ്യാനം മാക്സിമം ഞങ്ങൾ ലൈവാണ് കാണാറ്, അത് യൂട്യൂബിൽ ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങളിൽ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത്, ഞാൻ ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യത്തിൽ അധികം അങ്ങോട്ട് ഇൻവോൾവ് ആവാത്ത ഒരാളായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല. ഇപ്പം നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോ ആത്മീയമായി ഒന്നും ഞാൻ ഷെയർ ചെയ്യാണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പം മുമ്പ് ആരെങ്കിലും ആത്മീയമായിട്ടൊരു വചനം ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ എന്തിനിപ്പോൾ ഇത് ഷെയർ ചെയ്യണേ അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ എനിക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളൊരു കൃപ എനിക്ക് ലഭിച്ചു. അതെല്ലാം ഈശോയ്ക്ക് മാതാവിന് ഇഷ്ടമാണ്. നമ്മൾ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കുചേരുകയാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് കിട്ടുകയും അത് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ധനസഹായം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയല്ല, നാട്ടിലെ അനാഥാലയങ്ങളിൽ നമുക്ക് കോൺടാക്ട്സ് ഉണ്ട്, ചെയ്യുന്നുണ്ടായിരുന്നു.
ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു മാസമായിട്ട് ഞങ്ങൾ ഈ പള്ളിയിൽ സ്ഥിരം പോയി തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ ജീസസ് യൂത്ത് സംഘടനയുമായിട്ട് ഞങ്ങൾ കൂടിച്ചേരുകയും അപ്പോൾ അവിടെ ഇങ്ങനെ പൈസയ്ക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കുവാനായിട്ട് പുസ്തകം വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. അവർ നമുക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് തരും. അപ്പോൾ അവരെ നമ്മൾ ചെന്ന് കാണുകയും അവർക്ക് പറ്റാവുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാനും നമ്മൾ ട്രൈ ചെയ്തിരുന്നു. അത് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇതാണ് കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്തു തരുന്നത്. ഇതെല്ലാം പുറമെ ഞങ്ങൾക്ക് ഇപ്പം റീസെൻ്റായിട്ട് ഞങ്ങൾക്ക് ഇന്നലെ ഉണ്ടായ വലിയൊരു അനുഭവ സാക്ഷ്യം കൂടി ഉണ്ട്. അതായത് എപ്പോഴും നമ്മൾ വചനം പറയുന്ന പോലെ നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക് അവിടെ നിന്ന് നൽകും എന്നുള്ള വചനത്തിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഒരു സാക്ഷ്യമാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ. അപ്പം എനിക്ക് വിസ അടിച്ചു. വിസ അടിച്ചിട്ടൊരു 2 വീക്സോളം 1 വീക്കോളം ആയിരുന്നു. പക്ഷെ അവിടെ നമുക്ക് എമിറേറ്റ്സ് ID എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു ഐഡൻറ്റിറ്റി കാർഡുണ്ട്, നമ്മുടെ ആധാർ കാർഡ് പോലത്തെ ഒരു സംഭവമുണ്ട്. അതെനിക്ക് കിട്ടിയിരുന്നില്ല. അത് കിട്ടിയാൽ മാത്രമായിരുന്നു എനിക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടുത്തെ എയർപോർട്ടിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്യും, ഫിസിക്കൽ കാർഡ് നമുക്ക് വേണം. അത് കിട്ടിയിരുന്നില്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്തതിനേക്കാൾ മുൻപായിട്ട് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. എൻ്റെ മകളുടെ രോഗസൗഖ്യത്തിൻ്റെയും എനിക്ക് കിട്ടിയ ജോലിയുടെയും സാക്ഷ്യം പറഞ്ഞിട്ട് എനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഒരുപാട് തടസ്സങ്ങൾ വന്നിരുന്നു. ആ തടസ്സങ്ങളെല്ലാം ഓരോന്ന് മാറി ലാസ്റ്റ് വന്ന തടസ്സമാണ് യുദ്ധത്തിൻ്റെ പ്രശ്നം. യുദ്ധത്തിൻ്റെ പ്രശ്നം വന്നു, ഫ്ലൈറ്റ് ക്യാൻസലായി, എയർപോർട്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒന്നും അവിടെ ചെയ്യാൻ സാധിക്കില്ല. അവിടെ ദൈവത്തിനോ മാത്രം ഇടപെടാൻ പറ്റുന്നൊരു സാധനമാണ്. അതും ബോധ്യപ്പെടുത്തി തരാനായിരിക്കും യുദ്ധം നമുക്ക് വേണ്ടി ഉണ്ടായെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടി വിശ്വാസത്തിൽ വരാൻ വേണ്ടിയിട്ട് അതും കൂടി ഒരു കാരണമായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് വരെ എമിറേറ്റ്സ് ID കിട്ടാനായിട്ട് മിനിഞ്ഞാന്ന് എനിക്ക് മെസ്സേജ് പോകുന്നു, എമിറേറ്റ്സ് ID നിങ്ങളുടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ 2-3 വർക്കിംഗ് ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 1-ാം തീയതി ജോയിൻ ചെയ്യണം, ജൂലൈ 1-ാം തീയതി എനിക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് മുൻപ് ഒരു 4 ദിവസത്തെങ്കിലും നാട്ടിലേക്ക് വരാൻ വന്നാലാണ് എനിക്ക് കൃപാസനത്തിൽ വരാനും സാക്ഷ്യം പറയുവാനും എല്ലാത്തിനും അറ്റ്ലീസ്റ്റ് ഒരു ടൈം കിട്ടുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഈ എമിറേറ്റ്സ് ID 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് കിട്ടുവാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പോഴും ഉറത്ത് വിശ്വസിച്ചു, എന്തെങ്കിലും ഒരു വഴി മാതാവ് തരുമെന്ന് ഉറത്ത് വിശ്വസിച്ചിരുന്നു. അങ്ങനെ മിനിഞ്ഞാന്ന് ഞാൻ ഇവരെ കൊറിയർ സർവീസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്കൊരു പ്രീമിയം ഓപ്ഷൻ ഉണ്ട്. ഞാൻ മുമ്പും അവരെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു ഓപ്ഷനോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ അന്ന് കോൺടാക്ട് ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്കൊരു പ്രീമിയം ഓപ്ഷൻ ഉണ്ട്, അത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഫിസിക്കൽ എമിറേറ്റ്സ് ID നിങ്ങളുടെ കയ്യിൽ എത്താനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾക്ക് എമിറേറ്റ്സ് ID എനിക്ക് കിട്ടുകയും അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് സംഭവിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഖത്തറിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് വീണ്ടും യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടുകയും ബുദ്ധിമുട്ടുകൾ വരികയും എയർ സ്പേസ് ക്ലോസ് ചെയ്യുകയും എയർപോർട്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ പ്രശ്നം വന്നു. ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചു. ഇതെല്ലാം മാതാവ് ശരിയാക്കി തന്നിട്ടും ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റാതിരിക്കുമെന്ന് ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു. എങ്കിലും ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. പലപ്പോഴും വിജയ് ബ്രദർ ടോക്കിൽ പറയാറുണ്ട്, ആദ്യം നീ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ കാര്യം നീ ആദ്യം ചെയ്യുക, അപ്പം നിൻ്റെ കാര്യങ്ങൾ ദൈവം നോക്കിയോളും എന്ന് എപ്പോഴും അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അത് ഞങ്ങൾ ആ ടോക്ക് ശരിക്കും ഉറച്ച് വിശ്വസിച്ചിരുന്നു. അതുപോലെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ വചനവും ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. ദൈവത്തിന് എല്ലാം സാധ്യമാണ്, ഒന്നും അസാധ്യമല്ല എന്നുള്ളത്. അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇന്നലെ ഞങ്ങൾ എയർപോർട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു 2:30 കൂടിയിട്ടാണ് ന്യൂസ് വരുന്നത്, ഇപ്പോൾ ഏകദേശം ഓക്കെയാണ്, എയർ സ്പേസ് വീണ്ടും ഓപ്പൺ ചെയ്തു, അറ്റ്ലീസ്റ്റ് ഇന്ന് ഫ്ലൈറ്റ് ഓടാനുള്ളൊരു സാധ്യത തുറന്നു കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതും എല്ലാം സാധ്യമാകുന്നൊരു ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടുകയും, ഫ്ലൈറ്റ് 4 മണിക്കൂർ ഡിലേ ആയെങ്കിലും ഫ്ലൈറ്റ് കിട്ടുകയും ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് അവിടെ നിന്ന് പോകുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഞങ്ങൾ എത്തിയത്. പുലർച്ചെ എത്തി ഞങ്ങൾ വീട്ടിൽ പോയി. ഇപ്പോൾ ഞങ്ങൾ പാരൻസിനെ കൊണ്ട് ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അത് എൻ്റെ ഹസ്ബൻഡ് ജോലി ജോയിൻ ചെയ്യുന്നേക്കാൾ മുമ്പ് വന്ന് പറയണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അത് അമ്മ മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നതിന് 1000 നന്ദി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 4-ാം തിരുവചനം. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ, അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജെറമിയ എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും കുഞ്ഞും കൃപാസനം ഉടമ്പടി മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടുകൂടി ജീവിതത്തിൽ ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. സഹോദരൻ സൂചിപ്പിച്ചു, ആദ്യം ഓൺലൈൻ ഉടമ്പടിയിൽ തുടങ്ങുവാൻ കാരണം
കുഞ്ഞിനുണ്ടായിരുന്ന ഒരു രോഗാവസ്ഥയാണ്, അഡ്നോയിഡിലൂടെ ഉണ്ടായിരുന്ന രോഗാവസ്ഥകൾ. എന്നാൽ അമ്മ മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിലൂടെ അത് ഒത്തിരി നാളായി ഒരു ഡോക്ടറിൻ്റെ അസൈൻമെൻറ്റ് കിട്ടുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് അതുപോലും കിട്ടാതെ ഓരോന്നും ഇങ്ങനെ നീണ്ടു പോയത്. ആ ഉടമ്പടി എടുക്കുന്നത് ഓശാനയുടെ തലേ ദിവസമെന്ന് സൂചിപ്പിച്ചു. ശനിയാഴ്ച 12-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് 9-ാം ദിവസം 19-ാം തീയതി കുഞ്ഞിന് കൃത്യമായിട്ട് ഡോക്ടറിനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടുകയും എല്ലാ പരിശോധനകളും നടത്തുകയും കുഞ്ഞിന് അഡ്നോയിഡ് സംബന്ധിച്ചുള്ള ഒരു രോഗാവസ്ഥയും കുഞ്ഞിനിപ്പോൾ ഇല്ലെന്നും സാധാരണ പോലെ പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിനെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന സന്ദേശമാണ് കുടുംബത്തിന് ലഭിക്കുന്നത്. അതാണ് ഈ കുടുംബത്തെ വളരെ ആഗ്രഹത്തോടു കൂടി ഉടമ്പടി ജീവിതം ഉറച്ചു നിൽക്കുവാനായിട്ട് സഹായിക്കുന്നത്. സഹോദരൻ പറഞ്ഞു, ഏറെ നാളായി കൃപാസനം പത്രം കയ്യിലുണ്ടായിരുന്നു, എങ്കിലും അത് വായിക്കാതെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. ഈ കുഞ്ഞിന് കിട്ടിയ ഈ രോഗത്തിൻ്റെ സൗഖ്യം സഹോദരൻ ആ നാളുകളിൽ കടന്നുപോയിരുന്ന ജോലി നഷ്ടപ്പെട്ട അവസ്ഥയ്ക്ക് മറ്റൊരു ജോലി കണ്ടെത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതും ഏറെ തടസ്സങ്ങൾ നിരന്തരം നേരിട്ടുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മടങ്ങിപ്പോകുന്നത്. ഉടമ്പടി എടുത്ത് ചെല്ലുമ്പോൾ മെയ് 31 ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിനുള്ളിൽ ജോലിയുടെ കാര്യങ്ങൾ ശരിയാകണമെന്ന് സഹോദരൻ പറയുന്നുണ്ട്. 29-ാം തീയതി വരെ ഒട്ടനവധി ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുകയും റിക്വസ്റ്റുകൾ അയക്കുകയും ചെയ്തിട്ട് ഒരിടത്ത് പോലും ഒരു ജോലിക്ക് വേണ്ടിയുള്ള യാതൊരു പ്രോസസ്സും മുന്നോട്ട് പോയില്ല. 29-ാം തീയതി അവിചാരിതമായി ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും അത് 4, 5, 6 റൗണ്ട് പോകേണ്ടത് ഒറ്റ റൗണ്ടിൽ 10-15 മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ പൂർത്തീകരിക്കുകയും ജോലി അനുവദിച്ച് കിട്ടുകയും ചെയ്തു. മകൻ പറഞ്ഞു, അത് സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ്, അതോടൊപ്പം ലൈറ്റ് വെയ്റ്റ് സാക്ഷ്യവുമാണ്. കാരണം വലിയ ഹൃദയഭാരത്തോടു കൂടി വരുമാന സ്രോതസ്സുകളൊക്കെ ഏതാണ്ട് അടഞ്ഞ് എന്താകും ഇനി ഭാവിയെന്ന് കരുതിയ നാളുകളിൽ അമ്മ മാതാവ് പ്രത്യേകമാംവിധം ആ ഉടമ്പടിയിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രാർത്ഥന ഉടമ്പടി എടുത്ത നാൾ മുതൽ കുടുംബം ഒരുമിച്ച് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ അമ്മയുടെ തിരുനടയിൽ ജീവിതം കൊടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയും ചെയ്ത കാരുണ്യ പ്രവൃത്തികളും ഒക്കെ അവരെ സഹായിച്ചതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഓരോ അടയാളം അവരുടെ ഉടമ്പടി കാലത്ത് ഒരു അനുഗ്രഹത്തിന് മുമ്പ് ലഭിച്ചതിനെക്കുറിച്ചും അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഈ ഒരു ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു ദിവസം ലിജൻ ഓഫ് മേരിയുടെ മാതാവിനെ വീട്ടിൽ സ്വീകരിക്കുന്നോ എന്ന് ചോദിക്കുകയും അതിൽ വീട്ടിൽ സ്വീകരിച്ച് സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഈ ജോലിയുടെ കാര്യങ്ങൾ ശരിയായി. അങ്ങനെ 29-ാം തീയതി ജോലി ശരിയാവുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നന്നായി പോവുകയും ചെയ്തു. ഒരാഗ്രഹം ജൂലൈ മാസം കയറേണ്ട ജോലിക്ക് അതിനു മുമ്പ് അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. ഗൾഫിൽ വന്ന യുദ്ധങ്ങൾ, അതിലൂടെ ഉണ്ടായ മറ്റു വിഷയങ്ങൾ, പെട്ടെന്ന് ഖത്തറിൽ വന്ന ആക്രമണം, അത് ഖത്തറിൻ്റെ എയർ സ്പേസ് അടച്ചത്, ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ഈ എയർ സ്പേസ് അടച്ച നിമിഷങ്ങളിലാണ്. സഹോദരൻ പറയുന്നുണ്ട്, അപ്പോഴും വിജയകുമാർ സാറ് തൻ്റെ ശുശ്രൂഷകളിൽ പറയുന്നത് പോലെ നിങ്ങൾ ആദ്യം ദൈവത്തോട് പറഞ്ഞതും ദൈവത്തിനുള്ളതും ചെയ്യുക, നിങ്ങളുടെ കാര്യം ശരിയായിക്കൊള്ളും. അതാണ് പൂർണ്ണമായും വിശ്വസിച്ചത്. ദൈവത്തോട് ചേർന്ന് എൻ്റെ ജീവിതത്തെ കൊടുക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ കാര്യങ്ങൾ എത്ര കണ്ട് കലുഷിതമാണെങ്കിലും എത്ര കണ്ട് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമുക്ക് കൺമുൻപിൽ ഉത്തരമൊന്നുമില്ലെങ്കിലും നമുക്കത് ക്രമീകരിച്ച് തരുവാൻ അമ്മ മാതാവ് തിരുക്കുമാരനോട് പറയുക തന്നെ ചെയ്യും. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ് എത്ര രൂക്ഷമായിരുന്നു യുദ്ധമെന്ന്, എത്ര പെട്ടെന്നാണ് ഖത്തർ ആ യുദ്ധത്തിലേക്ക് വന്ന് വീഴുകയും എയർ സ്പേസ് അടയ്ക്കുകയും ചെയ്തതെന്ന്. മകന് പറയുന്നുണ്ട്, ആ ദിവസമാണ് എൻ്റെ ടിക്കറ്റ്. ഞാൻ ടിക്കറ്റുമായി എയർപോർട്ടിൽ വരുമ്പോൾ അറിയുന്നു അത് ഇന്നേ ദിവസം യുദ്ധം തീരുന്നു, വെടിനിർത്തലായി, എയർ സ്പേസ് തുറക്കുന്നു, അല്പം വൈകിയാലും യാത്ര ചെയ്യാൻ പറ്റുമെന്ന്. ഇന്നലെ രാത്രി വൈകിട്ട് യാത്ര ചെയ്തു. ഇന്ന് വെളുപ്പിനെ നാട്ടിലെത്തിച്ചേർന്ന് ഈ അൾത്താരയിൽ മകൻ നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ഉടമ്പടിയുടെ ജീവിതത്തോടുള്ള വിശ്വസ്തതയാണ്. അമ്മ മാതാവിൻ്റെ കരം പിടിച്ചാൽ ഏതാപത്തിൽ നിന്നും എത്ര വലിയ പ്രതിസന്ധിയിൽ നിന്നും അമ്മ മാതാവ് നമ്മളെ നന്നായി മുന്നോട്ട് നയിക്കും, ക്ലേശങ്ങളെ നീക്കിത്തരും, ഏത് ഭാരവും നമുക്കത് ലഘുവാക്കി മാറ്റിത്തരുമെന്ന് സഹോദരങ്ങൾ പറയുന്നു. ഞങ്ങളുടെ 3ാമത്തെ സാക്ഷ്യമാണ് പ്രധാനപ്പെട്ടത്. അത് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ്, പ്രാർത്ഥനയോടുള്ള ആഭിമുഖ്യമാണ്, കുർബാനയിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് ലഭിച്ച തീഷ്ണതയാണ്, വചനം വായിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ആഗ്രഹവും പ്രാർത്ഥനയോടുകൂടി വായിക്കുന്ന മുടക്കമില്ലാത്ത രീതികളുമാണ്. കാരണം ചെറുപ്പക്കാരായ ഞങ്ങളുടെ കുടുംബജീവിതത്തെ അമ്മ മാതാവ്
കൃത്യം ട്രാക്കിലാക്കുകയും ട്രാക്കിൽ നേരെ ഓടുവാൻ വേണ്ടി ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. അതാണ് സന്തോഷത്തോടു കൂടി അമ്മയ്ക്ക് ഞങ്ങൾക്ക് നന്ദി പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തെയും വളഞ്ഞ വഴികളിൽ നിന്നും വഴികളിലേക്ക് കൊണ്ടുവരുന്നു. ഭാരപ്പെട്ടതൊക്കെയും ലഘുവാക്കി തരുന്നു. ഏറെ നാളായി കഷ്ടപ്പെടുന്നത് ചുരുക്ക നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് അനുവദിച്ചു തരികയും ചെയ്യുന്നു. ഓരോ നിമിഷവും ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യത്തിൻ്റെ ചുരുക്കം ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതങ്ങളെ, നിയോഗങ്ങളെ അമ്മ മാതാവിന് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച ഈ ഓരോ അനുഗ്രഹത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.